ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യവും. ദാവീദിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ആ വാക്യാംശങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, കാരണം ധാരാളം പേർ എഴുതിയെടുക്കുന്നുണ്ട്. ഒന്ന് ശമൂവേൽ 13-14, അതോടൊപ്പം അപ്പോസ്തല പ്രവൃത്തി 13-22. ഒന്ന് ശമൂവേൽ 13-14 പറയുന്നു, ശൗലിനോട് ശമൂവേൽ പറയുകയാണ്, ഇപ്പോൾ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ്ക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 22-ാം വാക്യത്തിനും ഇതിന് അനുസൃതമായിട്ട് നിങ്ങൾക്ക് വായിക്കുവാൻ തക്കണം കഴിയും. അവനെ നീക്കിയിട്ട്, ആരെ? ശൗലിനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ബോധിച്ച പുരുഷന്റെ പ്രത്യേകത എന്താണ്? അതേ വാക്യത്തിൽ തന്നെയുണ്ട്, ദൈവത്തിൻ്റെ ഹിതം എല്ലാം ചെയ്യുന്നവൻ. ആ എല്ലാം ഒന്ന് സർക്കിൾ ചെയ്താട്ടെ, അല്ലെങ്കിൽ നന്നായിട്ട് അണ്ടർലൈൻ ചെയ്താട്ടെ. ദൈവത്തിൻ്റെ ഹിതം കാൽഭാഗമല്ല, പകുതിയല്ല, മുക്കാലല്ല, കുറച്ചല്ല, പകരം ദൈവഹിതം എല്ലാം ചെയ്ത് ജീവിക്കുന്നവൻ്റെ പേരാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എല്ലാവരും പറഞ്ഞാട്ടെ, ആരാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ? എ മാൻ അക്കോർഡിംഗ് ടു ഗോഡ്സ് ഓൺ ഹാർട്ട്. അടുത്ത സ്തോത്രം, ബർത്ത്ഡേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, പുതിയൊരു വർഷം തന്നതിനായി സ്തോത്രം. ബർത്ത്ഡേ ഓർമ്മയുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ബർത്ത്ഡേ ഓർമ്മയുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. സ്തോത്രം. അതെ, അടുത്ത ബർത്ത്ഡേക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവെ, പുതിയൊരു വർഷം കൂടി നീ എനിക്ക് നൽകി. അതുകൊണ്ട് ചുമ്മാ ജീവിപ്പാനല്ല, വെറുതെ ജീവിപ്പാനല്ല, അങ്ങയുടെ ഹൃദയപ്രകാരമുള്ളതായ ഒരു പുരുഷനായി ജീവിപ്പാൻ എൻ്റെ ജീവിതത്തെ അവിടുന്ന് സഹായിക്കണമേ. ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് ദാവീദിനെ കുറിച്ച് ഉള്ളത്. മനുഷ്യൻ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതിനേക്കാൾ എത്രയോ 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 ഔന്നത്യമാണ്, ഉന്നതമാണ് ദൈവം നമ്മെക്കുറിച്ച് പറയുന്നതായ സാക്ഷ്യം. മനുഷ്യൻ ഇന്നൊന്ന് പറയാം, നാളെ മാറ്റി പറയാം. പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്കറിയാം, മാൾട്ടാ ദ്വീപിൽ പൗലോസ് അപ്പോസ്തലൻ നീന്തി കയറിയപ്പോൾ അവൻ്റെ മേൽ അണലി ചുറ്റി, അല്ലെങ്കിൽ പാമ്പ് കടിച്ചു. ഉടനെ സ്തോത്രം ജനം പറഞ്ഞു, ഇവനൊരു കൊലപാതകനാണ്, ഇവനൊരു കൊലപാതകനാണ്. അപ്സെറ്റ് ആകണ്ട. സ്തോത്രം. അല്പം സമയം കഴിഞ്ഞ് നിങ്ങളോട് കൂടെ കർത്താവ് ഉണ്ടെന്നറിഞ്ഞാൽ, നിങ്ങൾ ചത്ത് വീഴത്തില്ല എന്നറിഞ്ഞാൽ, അവർ ഉടനെ അവരുടെ മനസ്സ് മാറ്റിയിട്ട് പറയും, ഇവനൊരു ദേവനാണ്. അപ്പോൾ കൊലപാതകൻ എന്ന് പറഞ്ഞതായ ബന്ധുക്കൾ, സ്വന്തക്കാർ, അല്ലെങ്കിൽ നെഗറ്റീവായി നിങ്ങൾക്കെതിരെ പറഞ്ഞതായ ജീവിതങ്ങളെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുന്നവനാണ് ദൈവം. സ്തോത്രം. അനുഭവിച്ചിട്ടുള്ളവർ കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അവിടെ മനസ്സ് മാറി അവർ ഉടനെ പറയുകയാണ്, ഇവനൊരു ദേവൻ ആണ് എന്ന്. സോ മനുഷ്യൻ്റെ സ്തോത്രം സാക്ഷ്യം യേശു കർത്താവിന് ആവശ്യമില്ലായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു. മനുഷ്യൻ്റെ അഭിപ്രായം വേണ്ട, കാരണം മനുഷ്യനല്ല നിന്നെ വിളിച്ചത്, മനുഷ്യനല്ല നിന്നെ അഭിഷേകം ചെയ്തത്. ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് നിങ്ങൾക്ക് ആവശ്യം. മനുഷ്യൻ്റെ സാക്ഷ്യം നേടാൻ വളരെ എളുപ്പമാണ്. 4 ദിവസം സ്തോത്രം ഒരാളിനെ നോക്കി ചിരിച്ചാൽ അയാളെ നിങ്ങളുടെ പേരറിയത്തില്ല, നിങ്ങളുടെ അഡ്രസ് അറിയത്തില്ല, നിങ്ങളുടെ ജോലി അറിയത്തില്ല, സ്റ്റാറ്റസ് അറിയത്തില്ല. 4 ദിവസം അവരെ നോക്കി നിങ്ങൾ ചിരിച്ചാൽ അവർ നിങ്ങളെ നോക്കി പറയും, നല്ല മനുഷ്യനാണ്. എന്നാൽ ഹൃദയങ്ങളെ അറിയുന്നവനായ ദൈവം, ഇരിപ്പും എഴുന്നേൽപ്പും അറിയുന്നവനായ ദൈവം, ഇന്നലെയും ഇന്നും മാത്രമല്ല നാളെയും അറിയുന്നവനായ ദൈവം നമ്മെ നോക്കി സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഞാനും ജീവിക്കേണ്ടത് മനുഷ്യൻ്റെ സാക്ഷ്യം ലഭിക്കേണ്ടതിനല്ല, പകരം ദൈവത്തിൻ്റെ സാക്ഷ്യം ലഭിക്കേണ്ടതിനാണ്. ചിലരെല്ലാം നല്ല അപ്സെറ്റ് ആയിരിക്കുന്നു. സ്തോത്രം. എന്നാൽ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നാളെ നിങ്ങൾക്ക് ഗസ്റ്റ് സ്പീക്കർ വരും, അത് നിങ്ങളുടെ അപ്സെറ്റ് എല്ലാം മാറും. സ്തോത്രം. അതുകൊണ്ട് മനസ്സിലാക്കണമേ, സ്തോത്രം, ദൈവത്തിൻ്റെ സാക്ഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവം സ്തോത്രം ദാവീദിനെ കുറിച്ച് പറഞ്ഞു, ഹിയർ ഈസ് എ മാൻ അക്കോർഡിംഗ് ടു ഗോഡ്സ് ഓൺ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരം ഉള്ളതായ മനുഷ്യൻ. പിതാവ് അവരെ നോക്കി സാക്ഷ്യം പറഞ്ഞത് എന്താണെന്നറിയോ? അതായത് ഇശായി എന്ന ദാവീദിൻ്റെ പിതാവ് ദാവീദിനെ നോക്കി സാക്ഷ്യം പറഞ്ഞത്, സ്തോത്രം, ഇവനൊരു ഷെപ്പേർഡ് ബോയ്, അവനൊരു ഇടയൻ എന്നാണ്. അതുകൊണ്ടാണ് അവനെ കുറച്ച് ആടും കൊടുത്ത് അവനെ സ്തോത്രം അതേ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ആ വീടിന് അവൻ നാണക്കേടാണ്, ആ വീടിനൊരു ഷെയിമായിരുന്നു. ആ വീടിന് അവനൊരു ഷെയിമായതുകൊണ്ട് സ്തോത്രം അപ്പൻ അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ഇവനൊരു ഇടയ ചെറുക്കൻ എന്നാണ്. സഹോദരന്മാർ അവനെക്കുറിച്ച് 1 ശമൂവേൽ 17 സഹോദരന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്, നീ പട കാണാൻ വന്ന ചെറുക്കൻ എന്നാണ്. നീ പട കാണാൻ വന്ന ചെറുക്കൻ. ശൗല് അവനെക്കുറിച്ച് പറഞ്ഞത്, നീ ബാലൻ
എന്നാണ്. ശൗൽ രാജാവ് അവനെക്കുറിച്ച് പറഞ്ഞത് നീ ബാലൻ എന്നാണ്. ഗോലിയാത്ത് അവനെ കുറിച്ച് പറഞ്ഞത് 1 ശമൂവേൽ 17 തന്നെ. ഗോലിയാത്ത് ദാവീദിനെ കുറിച്ച് പറഞ്ഞത് നിന്റെ മാംസത്തെ ഞാൻ ആകാശത്തിലെ പറവകൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഞാൻ ഇട്ടുകളയും, കാരണം നീ അത്ര നിസാരൻ എന്നാണ്. ശിമെയി എന്ന് പറയുന്നവൻ വർഷങ്ങൾക്ക് ശേഷം അബ്ശലോം പ്രോബ്ലത്തിൽ ശിമെയി എന്ന് പറഞ്ഞവൻ ദാവീദിനെ നോക്കി പറഞ്ഞത് നീജ കുലപാതക എന്നൊക്കെയാണ് പറഞ്ഞത്. നീജ കൊലപാതക എന്നൊക്കെയാണ് പറഞ്ഞത്. സ്തോത്രം. മീഖൽ, അതെ സ്തോത്രം, മീഖൽ എന്ന തൻ്റെ ഭാര്യ പെട്ടകം കൊണ്ടുവരുന്ന സമയത്ത് ദാവീദ് ആ പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ നാണമില്ലാത്തവൻ, ഷെയിംലെസ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നാണമില്ലാത്തവൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും തന്നെ ദാവീദിനെ ബാധിച്ചിട്ടേയില്ല. ഇതൊന്നും തന്നെ ദാവീദിനെ ബാധിച്ചിട്ടേയില്ല. അപ്പൻ പറഞ്ഞത് നീ നാണക്കേടാണ്, നീ ഷെപ്പേർഡ് ബോയാണ്, നീ ഇടയനാണ്. സ്തോത്രം. സഹോദരന്മാർ പറഞ്ഞത് നീ പട കാണാൻ വന്നവനാണ്. ശൗല് പറഞ്ഞത് നീ ബാലനാണ്. ഗോലിയാത്ത് പറഞ്ഞ ഞാൻ നിന്നെ കൊന്ന് നിന്റെ മാംസത്തെ ഞാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇട്ടുകളയും. ശിമെയി പറഞ്ഞത് നീജ കുലപാതക എന്നാണ്. മീഖൽ പറഞ്ഞത് സ്തോത്രം അനാവൃതമാക്കുന്നവൻ, ഷെയിംലെസ്, നാണമില്ലാത്തവൻ എന്നാണ്. പക്ഷെ ഇതൊന്നും അവൻ്റെ ലക്ഷ്യത്തെ ബാധിച്ചില്ല. എനിക്കിന്ന് രാത്രി നിങ്ങളോട് പറയാനുള്ളത്, മീഡിയ പറഞ്ഞത്, മന്ത്രി പറഞ്ഞത്, തന്ത്രി പറഞ്ഞത്, മന്ത്രവാദി പറഞ്ഞത്, ഹോമകളത്തിലും യാഗശാലയിലും അതേ ദുരാത്മാവ് ഉരുവിട്ടത്, മനുഷ്യൻ പറഞ്ഞത്, ഇതൊന്നും നിങ്ങളുടെ ലക്ഷ്യത്തെ ബാധിക്കത്തില്ല. ഇതൊന്നും നിങ്ങളുടെ ലക്ഷ്യത്തെ ബാധിക്കത്തില്ല. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. യെസ്, കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ, ഇൻ ജീസസ് നെയിം. മനുഷ്യൻ പറഞ്ഞത്, സാത്താൻ പറഞ്ഞത് ഒന്നും ബാധിക്കത്തില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളെ എത്തും. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ദൈവം നിങ്ങളെ ഇരുത്തും. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളുടെ തലമുറകളെ ദൈവം ആക്കി തീർക്കുക തന്നെ ചെയ്യും. കാരണം ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. ദൈവത്തിൻ്റെ സാക്ഷ്യം നമുക്ക് ആവശ്യം. രാവിലെ പറഞ്ഞത് അല്പം കൂടെ ഞാൻ ബാധിക്കട്ടെ. ഞാൻ സ്തോത്രം റീവൈൻഡ് ചെയ്യട്ടെ. രാവിലെ പറഞ്ഞത് ചിലതുകൂടെ ആവർത്തിച്ച് പറയട്ടെ. ഈ സാക്ഷ്യം ദൈവം പറഞ്ഞത് എൻ്റെ ഹൃദയപ്രകാരമുള്ളതായ മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ദൈവം പറഞ്ഞത് എപ്പോഴാണ്? അവൻ്റെ പെർഫോമൻസ് കണ്ടിട്ടല്ല, അവൻ്റെ പാട്ട് കണ്ടിട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, അവൻ ഗോലിയാത്തിനെ കൊല്ലുന്നത് കണ്ടിട്ട് കൊള്ളാം, നല്ല ത്രാണിയുള്ള നല്ല കഴിവുള്ളതായ ചെറുക്കൻ, അവൻ രാജാവായ ശേഷം ഇപ്പോഴൊന്നുമല്ല ദൈവം പറഞ്ഞത്. ദൈവം എപ്പോഴാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദാവീദ് ജനിച്ചിട്ടില്ല. ദാവീദ് ജനിക്കുന്നതിന് മുൻപേ അവനെക്കുറിച്ച് കർത്താവ് സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. ദാവീദ് ജനിക്കുന്നതിന് മുൻപേ ദൈവം പറഞ്ഞു എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അർത്ഥം ഇശായിയുടെ കുടുംബത്തിൽ അങ്ങനെ ഒരുവൻ ജനിക്കുവാൻ പോകുന്നു. അവൻ്റെ മനസ്സ് ഇതാണ്, അവൻ്റെ മനസ്സതാണ്, അവൻ്റെ ടാലൻസ് ഇതാണ്, അവൻ്റെ കഴിവുകൾ ഇതാണ്, അവൻ്റെ മൂക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത്, അവൻ്റെ കൈക്ക് എത്ര ഇഞ്ച് നീളം വേണം, അവന് എത്ര ഹൈറ്റ് വേണം, ഇതെല്ലാം സ്തോത്രം അതെ നിർണയിച്ചത് അപ്പുറത്തെ ഡോക്ടേഴ്സ് ടീമല്ല, അപ്പുറത്തെ ഏതോ ബയോളജിക്കൽ ലാബല്ല. ഇതൊന്നും സ്തോത്രം അതെ തീരുമാനിച്ചത്. അർത്ഥം നിൻ്റെ ഉള്ളിലുള്ള ഓരോ ഇൻട്രസ്റ്റ് നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ വകയല്ല, സ്വർഗത്തിലെ ദൈവമാണ്. സ്തോത്രം. നിൻ്റെ ഉള്ളിലുള്ള ഓരോ ഇൻട്രസ്റ്റ് കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് വെച്ചത്. ചിലർക്ക് സ്തോത്രം ചിക്കൻ ഇഷ്ടമല്ല, ചിലർക്ക് ഫിഷ് ആണെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ആ ഇൻട്രസ്റ്റ് നിൻ്റെ ഉള്ളിൽ തന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരിക്കലും ഒരു പെട്ടിക്കടയല്ല, അത് വലിയൊരു ഷോപ്പിംഗ് മാളാണ്. അതിൽ നിൻ്റെ ടാലൻസ് ഉണ്ട്, നിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്, നിൻ്റെ ഇംഗിതങ്ങളുണ്ട്, നിൻ്റെ കഴിവുകളുണ്ട്. തീർന്നില്ല. സ്തോത്രം. നിനക്ക് ആവശ്യമുള്ള സകലതും ആ പാക്കേജിനകത്തുണ്ട്. ദാവീദ് എന്ന മനുഷ്യന് ആവശ്യമുള്ളതായ സ്തോത്രം ആ കവണയും കല്ലും വരെ, മറ്റേ കല്ല് ഫേമസ് ആണല്ലോ, ആ മല്ലനെ വീഴ്ത്തിയ കല്ല്, ആ കല്ലും വരെ ആ ഒറ്റ പാക്കേജിനകത്ത് ഉണ്ടായിരുന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവന് കഴുതയല്ല, അവന് കുതിരയാണ് വേണ്ടത്. കുതിര മാത്രമല്ല, അവന് രഥങ്ങളാണ് വേണ്ടത്. രഥം മാത്രമല്ല, അവന് കൊട്ടാരമാണ് വേണ്ടത്. അവൻ്റെ രാജവസ്ത്രം കൂടെ വേണം. ഇങ്ങനെ ദാവീദിന് ആവശ്യമുള്ള മുഴുവൻ യഹോവ ഈരേ. തൻ്റെ വിളിയുടെ പാക്കേജിൽ കർത്താവ് കരുതി. സ്തോത്രം. നിനക്കാവശ്യമുള്ളത് ഓൾറെഡി ദൈവത്തിൻ്റെ ഭണ്ഡാരശാലയിലുണ്ട്. അത് തക്ക സമയത്ത് ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം തുറക്കുക തന്നെ ചെയ്യും. അങ്ങനെ ദാവീദ് ജനിക്കുന്നതിന് മുൻപെയാണ് കർത്താവ് സ്തോത്രം ഈ സാക്ഷ്യം പറഞ്ഞത്. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു യേശു നമ്മെ തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? കർത്താവ് നമ്മെ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ പിതാവായ ദൈവം സ്തോത്രം ദാവീദ് ജനിക്കുന്നതിന് മുൻപേ അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു.
തിരഞ്ഞെടുത്തത് സ്തോത്രം നമ്മൾ സ്കൂളിൽ പോയിട്ടല്ല, നമ്മൾ കോളേജിൽ പോയി നമ്മൾ നല്ല സർട്ടിഫിക്കറ്റിൽ മാർക്ക് ലഭിച്ചപ്പോഴല്ല. പകരം എഫേസ്യർ 1:4 പറയുന്നു, ക്രിസ്തു യേശുവിൽ ലോക സ്ഥാപനത്തിന് മുൻപേ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ലോക സ്ഥാപനത്തിന് മുൻപേ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. ആ ബോധ്യമുള്ള എല്ലാവരും കർത്താവിന് സ്തോത്രം പറഞ്ഞാട്. ഹല്ലേലൂയ. ലോക സ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. പക്ഷേ ഈ മനുഷ്യൻ്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ പെയിനിലും വളരെ റിജക്ഷനിലും ഒക്കെ ആയിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരു എക്സ്പ്ലോഷനിലാണ്, സ്തോത്രം, ഏതോ പൊട്ടിത്തെറികളിലാണ് അവരുടെ ജീവിതം ആരംഭിച്ചത്. നിങ്ങളുടെ പലരുടെയും ജീവിതം ആരംഭിക്കുന്നത് നല്ല കാലത്തല്ല. നദികൾ മിക്കവാറും തുറക്കുന്നത്, നദികൾ ആരംഭിച്ചത് ഏതോ ഉരുൾപൊട്ടൽ പോലെയുള്ളതായ ഏതോ സ്തോത്രം കാര്യാദികളിലാണ് നദികൾ പുറപ്പെടുന്നത്. എല്ലാ നദിയുമെന്ന് പറയാൻ പറ്റത്തില്ല. പല ഉറവകൾ തുറക്കുന്നത് ഉരുൾപൊട്ടൽ പോലെയുള്ളതായ പല കാര്യങ്ങളിലാണ്. ഏത് ഉണർവുകൾ നിങ്ങൾ നോക്കിയാലും, ഏത് ചർച്ചസ് നോക്കിയാലും, ഏത് സക്സസ്ഫുള്ളായി എഫക്റ്റീവായി ഫ്രൂട്ട്ഫുള്ളായി കടന്നു പോകുന്നതായ ഏത് ചലനങ്ങൾ നോക്കിയാലും അതിൻ്റെ തുടക്കമെല്ലാം ചില ഉലച്ചിലുകളിലാണ്. ഉലയുന്നവരെ നോക്കി ഞാൻ പറയുന്നു, ഇത് ഉടഞ്ഞു തൊലയാനല്ല, ഏതോ പുതിയ തുടക്കങ്ങൾക്കായി, ഏതോ പുതിയ തുടക്കങ്ങൾക്കായിട്ടാണ് ദൈവം ആ ഉലച്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. 5 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി ദൈവകൃപയാൽ ആ ഉലച്ചിലിനായി നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടി പോകുകയാണ്. അപ്പൻ തള്ളി, അമ്മ തള്ളി. സ്തോത്രം. 27:10 തിരുവചനം പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും. അങ്ങനെ സ്വന്തം തലേണ നഷ്ടപ്പെട്ട്, കിടക്ക നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് ബെത്ലഹേമിലാണ് വീടെങ്കിലും ബെത്ലഹേമിന് പുറത്തുള്ളതായ കൊടുങ്കാടുകളിൽ കിടന്ന് അവൻ ദൈവത്തെ സ്തുതിച്ചു. വേണമെങ്കിൽ അവരെന്നെ സ്നേഹിച്ചില്ല, അവരെന്നെ കരുതിയില്ല, മറ്റവരെന്നെ അണച്ചു നിർത്തിയില്ല എന്ന് പറഞ്ഞ് അവന് കുറ്റം പറയാമായിരുന്നു. വേണമെങ്കിൽ മറ്റുള്ളവരവനെ തള്ളിയത് കൊണ്ട് അവന് ബിറ്റർനെസ്സിൽ ജീവിക്കാമായിരുന്നു. നിങ്ങൾ ഒത്തിരി പേരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പെയിനിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ പെയിൻ എല്ലാം പ്രൈസായി തീരട്ടെ. പെയിൻ എല്ലാം പ്രൈസായി തീരട്ടെ. അതാണ് ദൈവം. അതെൻ്റെ പേരാണ് സാക്രിഫൈസ് ഓഫ് പ്രൈസ്. എൻ്റെ പേരാണ് സ്തുതി എന്ന യാഗം. യാഗത്തിൽ എന്താണ്? ഒരു പെയിനുണ്ട്. യാഗത്തിൽ എന്താണ്? രക്തച്ചൊരിച്ചിലുണ്ട്. നിങ്ങളുടെ വേദനയിലല്ല ജീവിക്കുന്നത്. അയ്യോ ഞാൻ മാത്രം ഇങ്ങനെ, സ്തോത്രം എനിക്ക് മാത്രം ഇങ്ങനെ. ഞാൻ കൂടെ പറയും, സ്തോത്രം, ഒരു പേപ്പർ എടുത്ത് നിങ്ങൾക്കില്ലാത്തത് എഴുതിയാൽ ആ ഒരു പേജ് പോലും തികയത്തില്ല. പക്ഷെ നിങ്ങൾ ഉള്ളത് എഴുതിയാൽ ഒരു ബുക്ക് തികയത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തതും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയതും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നതും എഴുതിയാൽ ഒരു 200 പേജിൻ്റെ ബുക്ക് നിങ്ങൾക്ക് തികയത്തില്ല. നന്ദിയോടെ സ്തോത്രം പറ ജനമേ. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ രാജ്യക്കാരും, എല്ലാ കൾച്ചർ, എല്ലാ കളറിലുള്ള മനുഷ്യൻ്റെ സ്വഭാവമാണ്, ഉള്ളതിന് അവർ നന്ദി പറയത്തില്ല, ഇല്ലാത്തതിനെ അവർ ഹൈലൈറ്റ് ചെയ്യും. ഇല്ലാത്തത് മാത്രമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. എന്നാൽ ആത്മീയരായ നമ്മൾ മനുഷ്യൻ്റെ ടെലിവിഷൻ, ലോകത്തിൻ്റെ ടെലിവിഷൻ ഓഫ് ചെയ്തിട്ട് സ്വർഗത്തിൻ്റെ റേഡിയോ നമുക്ക് ഓൺ ചെയ്യാം. എന്താ അതിൻ്റെ അർത്ഥം? സ്തോത്രം. ടി വിയിൽ കാണാനുമുണ്ട്, കേൾക്കാനുമുണ്ട്. മനുഷ്യൻ ലോകം കാണിക്കുന്നതും ലോകം കേൾപ്പിക്കുന്നതും ലോകം കേൾപ്പിക്കുന്നതും നിർത്തിയിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവകൃപയിൽ ബലപ്പെടുക. മനുഷ്യൻ്റെ ടി വി ഓഫ് ചെയ്യുക, ദൈവത്തിൻ്റെ റേഡിയോ ഓൺ ചെയ്യുക. ദാവീദ് തൻ്റെ പെയിനിലല്ല ജീവിച്ചത്, ദാവീദ് തൻ്റെ ബിറ്റർനെസ്സിൽ, തൻ്റെ കയ്പിൽ, ആ റിജക്ഷനിലല്ല ജീവിച്ചത്. ഏതായാലും വീട്ടിൽ നിന്ന് പുറത്തു വന്നു, അവൻ ദൈവത്തെ തേടി. സ്തോത്രം. രാവിലെ പറഞ്ഞ് ആവർത്തിക്കുന്നു, അതെ, ശൗൽ ദൈവത്തെ തള്ളി, എന്നാൽ ദാവീദ് ദൈവത്തെ തേടി. ശൗൽ ദൈവത്തെ തള്ളി, ദാവീദ് ദൈവത്തെ തേടി. ആരൊക്കെയോ ദൈവത്തെ തള്ളിയെന്ന്, ആരൊക്കെയോ വീണെന്ന്, ആരൊക്കെയോ പിന്മാറ്റത്തിൽ പോയെന്ന്, ആരൊക്കെയോ ശുശ്രൂഷ നിർത്തിയെന്ന്. പക്ഷേ ഈ തലമുറയിൽ ഇന്ന് രാത്രി ദൈവകൃപയാൽ പറയണം, കർത്താവേ, പൂർണ്ണ മനസ്സോടെ ഞാൻ അങ്ങയെ തേടുകയാണ്, ഞാൻ അങ്ങയെ തേടിയാണ്. ആർക്കും വേണ്ടെങ്കിലും എനിക്ക് അങ്ങയെ വേണം. ആര് നിന്നില്ലെങ്കിലും ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുക. ആര് സ്തോത്രം അതേ അങ്ങയെ ഉയർത്തിയില്ലെങ്കിലും ഞാൻ അങ്ങയെ ഉയർത്തുന്നു. എനിക്ക് വേണ്ടിയത് പദവിയല്ല, എനിക്ക് വേണ്ടിയത് സ്ഥാനമല്ല, പേരല്ല, മാനമല്ല, പണമല്ല. എനിക്ക് വേണ്ടിയത് അങ്ങയാണ്. എനിക്ക് വേണ്ടിയത് അങ്ങനെ ആ കാട്ടിൽ കിടന്ന്, ആ പുൽപ്പുറത്തിൽ കിടന്ന് അവൻ ദൈവത്തെ സ്തുതിച്ചു. രാവിലെ വായിച്ച പുൽപ്പുറങ്ങളിൽ വെച്ച് ദൈവം അവനെ അഭിഷേകം ചെയ്തു. കാര്യം എന്താണെന്നറിയോ? അവൻ നല്ല കാലത്ത് മാത്രമല്ല ദൈവത്തെ സ്തുതിച്ചത്. 34-ാം സങ്കീർത്തനം 1-ാം വാക്യം അറിയാവുന്നവരോട് ചേർന്ന് പാടിയാട്ടെ. ഞാൻ യഹോവയെ
എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴുമെൻ നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴുമെൻ നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ ഒരു കുഷ്ഠരോഗ ആശുപത്രിയിൽ വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശിച്ച ഒരു സമയം ഞാൻ ഓർക്കുന്നു. അപ്പോൾ കുഷ്ഠം വന്ന് സ്തോത്രം ഒരു മനുഷ്യൻ്റെ 8 വിരലും സ്തോത്രം നഷ്ടപ്പെട്ടു. ഒരു കയ്യിലുള്ള 5 വിരൽ പോയി, ഒരു കയ്യിൽ ഉള്ളതായ 3 വിരൽ പോയി, 2 വിരലേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ ആ 2 വിരൽ വെച്ച് അവൻ കൈയടിച്ച് പാടുകയാണ്. വേറൊരാളെ നോക്കുമ്പോഴേക്ക് അയാളെ കൈയുടെ ഏകദേശം ഈ മുട്ടിന് താഴെ അത് പോയി. പക്ഷെ അദ്ദേഹം ഇത് വെച്ച് ഇങ്ങനെ ആ ഗതികേട് വന്നിട്ടില്ലല്ലോ, അത് വരത്തുമില്ലല്ലോ, അത് വന്നിട്ടില്ല, വരത്തുമില്ല. എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എൻ്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എൻ നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എൻ നാവിന്മേലുണ്ട്. നീതിമാന്മാരിൻ്റെ അനർത്ഥം നീക്കുപോക്കു നൽകിയിടും നീ നിത്യനാം ദൈവം. പാടിക്കേ. നീതിമാന്മാരിൻ്റെ അനർത്ഥം ഏറി വന്നാലും നീക്കുപോക്കു നൽകിയിടും നീ നിത്യനാം ദൈവം. എൻ്റെ ഉള്ളം യാഹിൽ, ഒരിക്കൽ കൂടെ എൻ്റെ ഉള്ളം യാഹിൽ, ഒരിക്കൽ കൂടെ എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എൻ്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എൻ നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എൻ ആൽമിന്മേലുണ്ട്. ആൾമോസ്റ്റ് തൽമൂദ് പറയുന്നു. തൽമൂദ് എന്ന് പറയുന്നത് റബ്ബിമാർ എഴുതിയുണ്ടാക്കിയതായ സ്തോത്രം ചരിത്ര ലിപികൾ. നമുക്കതിനെ എങ്ങനെ പറയാം? സെക്കൻഡറി റീഡിങ്സ്. ഫസ്റ്റ് റീഡിങ്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ കാനോനിക്ക് റീഡിങ്ങിന് പുറത്ത് സ്തോത്രം ഉള്ളത് എല്ലാം സെക്കൻഡറി റീഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുമ്പോഴാണ് വിടുതൽ നടക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോഴാണ് തീ കത്തുന്നത്. വേറെ എന്തോ ധ്യാനിച്ചാലും തീ കത്തത്തില്ല, ഉള്ള ചാരം വരത്തേ ഉള്ളൂ. പകരം ദൈവവചനം ധ്യാനിക്കുമ്പോഴാണ് തീ കത്തുന്നത്. ദൈവവചനം പറയുമ്പോഴാണ് വിടുതൽ നടക്കുന്നത്. വചനം അയച്ചാണ് അവൻ സൗഖ്യമാക്കുന്നത്. വചനത്തിന് തുല്യം വചനം മാത്രമേ ഉള്ളൂ. മരുഭൂമിയിൽ സാത്താൻ യേശു കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യേശു കർത്താവ് സ്തോത്രം ദൈവവചനമാണ് പറഞ്ഞത്. ദൈവവചനമാണ് പറഞ്ഞത്. ഇന്ന് വൈകിട്ട് സ്തോത്രം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ധ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഇരുന്നപ്പോൾ സാത്താൻ സ്തോത്രം അടുത്ത പരീക്ഷയിൽ ഒരു വചനമാണ് പറഞ്ഞത്. മോശയുടെ ഒരു സങ്കീർത്തനമാണ് പറഞ്ഞത്. ഏതെന്നറിയാം? മോശയുടെ സങ്കീർത്തനം, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടത് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും, അതുകൊണ്ട് എന്തിനിവിടെ നിൽക്കുന്നു, താഴേക്ക് ചാട് എന്ന അർത്ഥത്തിൽ പിശാച് സ്തോത്രം അതേ മോശ എഴുതിയതായ സങ്കീർത്തനത്തിൻ്റെ ഒരു വചനം പറഞ്ഞപ്പോൾ, മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടിയ ഒരു വചനം പറഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞ കൽപ്പനയാണ് യേശു കർത്താവ് തൊട്ട് താഴെ പറഞ്ഞത്. മനസ്സിലായോ? സ്തോത്രം. ഒരു ഭക്തൻ പാടിയ, നിങ്ങൾ ബൈബിൾ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഭക്തൻ പാടിയതായ സ്തോത്രം അതേ ഒരു വചനം പിശാച് എടുത്തപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയാണ് യേശു കർത്താവ് അങ്ങോട്ട് കൊടുത്തത്. അതിനപ്പുറത്ത് വേറെ ഒന്നും പിശാചനോ പറവാനില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുകൊണ്ട് സ്തോത്രം ദൈവവചനത്തിന് തത്തുല്യമായി കർത്താവിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. സോ മിക്കവാറും തൽമൂദുകൾ അല്ലെങ്കിൽ ചരിത്ര ലിപികൾ ഇങ്ങനെ പറയുന്നു, ദാവീദ് അഭിഷേകം പ്രാപിച്ചത് സ്തോത്രം 55 വയസ്സിന് ശേഷമല്ല. അപ്പോഴല്ല ദാവീദിൻ്റെ മേൽ ആ നിയോഗം കടന്നു വന്നത്. ചിലർ സർക്കാർ ജോലിയും എല്ലാം തീർന്നിട്ടാണ് പലപ്പോഴും ദൈവവേല എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങൾ ഇപ്പോഴേ ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്.
നിങ്ങളിപ്പോഴും ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. പിന്നെ എന്തിനാണ് ഓഫീസിൽ പോകുന്നത്? പാർട്ട് ടൈം വർക്കിന് വേണ്ടി മാത്രമാണ് ഓഫീസിൽ പോകുന്നത്. നിങ്ങളിപ്പോഴും ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. യെസ്, നിങ്ങളെല്ലാവരും ദൈവദാസിമാരാണ്. ഇപ്പോഴേ നിങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. പക്ഷേ ദാവീദിന് മേൽ നിയോഗം വന്നത് 55 വയസ്സിന് ശേഷമല്ല. ദാവീദിന് ഈ നിയോഗം വന്നത്, അതായത് ശമൂവേൽ തൈലക്കൊമ്പുമായി തൻ്റെ വീട്ടിൽ വരുമ്പോൾ ദാവീദിന് ആൾമോസ്റ്റ് 10, 11 അല്ലെങ്കിൽ മാക്സിമം 12 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. 10, 11 അല്ലെങ്കിൽ 12 വയസ്സ് മാത്രമേ ദാവീദിന് ഉണ്ടായിരുന്നുള്ളൂ. 12ാമത്തെ വയസ്സിൽ ചെറുക്കൻ ക്രിക്കറ്റ് സ്റ്റമ്പും ക്രിക്കറ്റ് ബാറ്റുമായി മൈതാനത്തിൽ ഇറങ്ങിയെങ്കിൽ ദാവീദ് പറയും, 12ാമത്തെ വയസ്സിൽ ഞാൻ അഭിഷേകത്തെ തേടിയില്ല, അഭിഷേകം എന്നെ തേടി വന്നു. ഇന്ന് രാത്രി ഹാളിലായിരിക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സ് വന്നതല്ല, ദൈവത്തിന് നിന്നെ ശക്തമായി തൊടാനുണ്ട്. ഇന്ന് രാത്രി യങ്സ്റ്റേഴ്സിനെ മുഴുവൻ ഞാൻ മുന്നിലേക്ക് വിളിച്ചു ഹൃദയം പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ ഒരു പകർച്ച നിങ്ങളുടെ മേൽ കർത്താവ് അയക്കാൻ പോകുകയാണ്. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്. മിക്കവാറും തൽമൂദ് അല്ലെങ്കിൽ റബിമാർ പറയുന്നു 10, 11, 12 വയസ്സായപ്പോൾ അഭിഷേകം അവനെ തേടി വന്നു. കാര്യം എന്ത്? അവൻ അഭിഷേകത്തെ തേടിയില്ല, അവൻ ദൈവത്തെ തേടി. അവൻ നന്മയെ തേടിയില്ല, അവൻ കരുണയെ തേടിയില്ല. ദാവീദ് തന്നെ പറയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ തേടുന്നു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവത്തെ തേടുക. ദൈവത്തെ തേടിയാൽ അഭിഷേകം നിന്നെ തേടി വരും, ജയം നിന്നെ തേടി വരും, കിരീടം നിന്നെ തേടി വരും, ചെങ്കോൽ നിന്നെ തേടി വരും, സിംഹാസനം നിന്നെ തേടി വരും, കൊട്ടാരം നിന്നെ തേടി വരും. കമാൺ, ഏറ്റെടുക്ക്. ഒന്നുപോലും നീ തേടി വരാത്തല്ല. ഐ പ്രൊഫസി ഇൻ ജീസസിനെ നീ അപ്ലൈ ചെയ്യാത്ത ജോലിക്കായി ഒരുങ്ങിക്കോ. കാരണം മറ്റുള്ളവരെ പോലെയല്ല ദൈവത്തെ തേടുന്നവൻ്റെ ജീവിതം, മറ്റുള്ളവനെ പോലെയല്ല ദൈവത്തെ തേടുന്നവൻ്റെ വിവാഹം, മറ്റുള്ളവനെ തേടുന്നത് പോലെയല്ല ദൈവത്തെ തേടുന്നവൻ്റെ കുടുംബം, മറ്റുള്ളവനെ പോലെയല്ല ദൈവത്തെ തേടുന്നവൻ്റെ ജോലി. ഇൻ ജീസസ് നെയിം ഐ ആം ഡിഫറെൻറ്റ്. ഞാൻ വ്യത്യസ്തനാണ്. കാരണം ഞാൻ തേടേണ്ടവനെ തേടുന്നു. എല്ലാ യങ്സ്റ്റേഴ്സ് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്ക. പുതിയൊരു ട്രെൻഡ് നിന്നിലൂടെ വെളിപ്പെടുകയാണ്. യെസ്, ഒരു ഫാദർലി ഹാർട്ടിൽ നിന്ന് ഇന്ന് രാത്രി, ഈ 10ാമത്തെ രാത്രി ഞാൻ നിന്നെ അനുഗ്രഹിച്ചു പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു പുതിയൊരു റേസായി, പുതിയൊരു തലമുറയായി ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി അതേ സരള വൃക്ഷവും കൊഴുന്തുമായി തഴയ്ക്കേണ്ടതിന് തഴയ്ക്കാൻ ഒന്നും നീ തേടുകയില്ല. പക്ഷേ സകലതും നിന്റെ വീട്ടിൽ, നിന്റെ ഓഫീസിൽ, നീ നിൽക്കുന്ന സ്ഥലത്ത്, നീ നിൽക്കുന്ന വഴിയിൽ, നീ നിൽക്കുന്ന എയർപോർട്ടിൽ, നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്നെ തേടി വരും. 10, 11, 12 വയസ്സായപ്പോൾ ദാവീദിന് മേൽ ദൈവത്തിൻ്റെ അഭിഷേകം കടന്നു വന്നു. അന്ന് മുതൽ റേഞ്ച് മാറി. ഓൾറെഡി അവൻ പ്രൈസ് ചെയ്യുന്നവനായിരുന്നു, ഓൾറെഡി അവൻ വർഷിപ്പ്, ഓൾറെഡി അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു, ഓൾറെഡി അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ്. അഫ്കോഴ്സ് നിശ്ചയമായിട്ടും അവൻ്റെ പ്രൈസ് അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ അവസ്ഥ നമുക്കറിയാം. ഹല്ലേലൂയ. ലോ നോട്ടിൽ പാടുന്നവൻ സകല നോട്ടിലും പാടുന്ന ഒരു കാലമായിരിക്കും അഭിഷേകത്തിൽ നിറഞ്ഞത്. കാരണം എന്താ? തച്ചനെ മെസ്സിയാക്കി തീർത്തതാണ് അഭിഷേകം. അഭിഷേകമാണ് നിന്റെ ഐഡന്റിറ്റി. അവൻ്റെ പാട്ട് മാറുകയാണ്. സ്തോത്രം. അനോയിന്റിങ്ങിൽ അവൻ അപ്ഗ്രേഡഡ് ആയി. അഭിഷേകത്തിൽ ഒരു അപ്ഗ്രേഡ്. 2 അന്യഭാഷ പറഞ്ഞ് തൃപ്തിപ്പെടല്. ഇന്ന് രാത്രി ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ട്. കേട്ടവരെല്ലാം ആമേൻ പറഞ്ഞാണ്. ഇന്ന് രാത്രി ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ട് യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ നോക്കണമേ, സ്തോത്രം. അങ്ങനെ അവൻ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ഞാൻ പറഞ്ഞു 2 അറ്റാക്കാണ് അവൻ്റെ നേരെ കടന്നു വന്നത്. ഒന്ന് ഡൊമസ്റ്റിക്കും മറ്റൊന്ന് ഇൻ്റർനാഷണലും. ഒന്ന് ഡൊമസ്റ്റിക് അറ്റാക്ക്, അതിൻ്റെ പേരാണ് കരടി. യോർദാൻ്റെ 1 കാട് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. യോർദാൻ്റെ 1 കാട്. എല്ലാവരും പറഞ്ഞാട്ടെ, യോർദാൻ്റെ എന്തോ കാട്? യോർദാൻ്റെ 1 കാട്ടിൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. യോർദാൻ്റെ കാടിലുള്ളതായ കരടി ഇളകി. കരടിക്ക് ഇരിപ്പുറച്ചില്ല. ഇന്ന് രാത്രി അഭിഷേകത്തിൽ നീ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ചുറ്റും ഇരിക്കുന്ന കുടിയിരിപ്പുകൾ ഇളകട്ടെ. അന്ധകാര മണ്ഡലത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന രാത്രിയാകട്ടെ.
ചിലതെല്ലാം നിന്റെ നേരെ ചീറിപ്പാഞ്ഞു വരുന്നത്, ചിലതെല്ലാം നിന്റെ നേരെ ചീറിപ്പാഞ്ഞു വരുന്നത് നീ ആരെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. നീ എന്തോ കുഴപ്പം, നിനക്കെന്തോ കുഴപ്പം വന്നത് കൊണ്ടല്ല, നീ ആരെന്ന് നാട്ടുകാർ അറിയാൻ വേണ്ടിയാണ്, നീ ആരെന്ന് ചർച്ച് അറിയാൻ വേണ്ടിയാണ്. ചർച്ച് എന്ന് പറയുന്ന ഒരു കോൺഗ്രിഗേഷൻ അല്ല ഞാൻ പറഞ്ഞത്, എൻറ്റയർ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഏറ്റെടുക്കുക. അത് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, സംഘടനയ്ക്ക് അതീതമായ ഒരു ശുശ്രൂഷയ്ക്കായി ജനം ഒരുങ്ങിയാട്ടെ. കത്തോലിക്കൻ തുടങ്ങി പെന്തക്കോസ്റ്റൽ വരെ. come on. yes സംഘടനയ്ക്ക് അതീതമായ ഒരു ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയാണ്. നീ ആരെന്ന് ചർച്ച് തിരിച്ചറിയട്ടെ. കിങ്ഡം, ക്രിസ്തൻഡം തിരിച്ചറിയട്ടെ നീ ആരെന്ന്. സോ ഡൊമസ്റ്റിക് ആനിമലാണ്. സ്തോത്രം. അവൻ്റെ നേരെ ഒന്നാമതായി പാഞ്ഞു വന്നത് കരടി, ഡൊമസ്റ്റിക്. അതിനെ പിടിച്ചു, അതിനെ അടിച്ചു, അതിനെ കൊന്നു. രണ്ടാമത് വന്ന ഇന്റർനാഷണൽ സിംഹമാണ്. കാരണം അക്കാലത്ത് സിംഹം വരുന്നത് നോർത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഇന്നത്തെ നൈജർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് സിംഹം വരുന്നത്. സ്തോത്രം. അങ്ങനെയാണ് ഹിസ്റ്ററി പറയുന്നത്. ആ സിംഹം വന്നത് ലോക്കലി സിംഹം ഇല്ല. സിംഹം വരുന്നത് നോർത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് മരുഭൂമി ക്രോസ് ചെയ്ത്, നൈൽ നദി ക്രോസ് ചെയ്ത്, സ്തോത്രം, സിംഹം വരികയാണ്. നൈൽ നദിയുടെ വീതി കുറഞ്ഞ സ്ഥലങ്ങൾ മൃഗത്തിനറിയാം എവിടെയാ ഏത് വഴിയാണുള്ളത്. സ്തോത്രം. അത് മ്യൂൽ പക്ഷിക്കും കുരികിലിനും പോലും തൻ്റെ കാലം അറിയുന്നെങ്കിൽ മൃഗത്തിന് തൻ്റെ കാലം അറിയുന്ന പക്ഷിക്ക് ഉണ്ടെങ്കിൽ നിശ്ചയമായി വഴി അറിയുന്ന മൃഗങ്ങളുണ്ട്. ഏത് വഴിയിലൂടെയാണ് വരുന്നത്? നോർത്തേൺ ആഫ്രിക്കയിൽ നിന്ന് കരടി വരികയാണ്. നോർത്തിൽ നിന്ന് സിംഹം വരികയാണ്. നോർത്തിൽ നിന്ന് വന്നതായ സിംഹം, ഇന്റർനാഷണലി കടന്നു വന്നതായ സിംഹം. നിന്റെയും എൻ്റെ വിരുദ്ധ തെറ്റിക്കാൻ ലോക്കൽ ഭൂതവും എഴുന്നേൽക്കും, ഇന്റർനാഷണൽ എഴുന്നേൽക്കും. അത് മണ്ണായിരിക്കാം, പെണ്ണായിരിക്കാം, യേശുവിൻ്റെ നാമത്തിൽ. പക്ഷെ മനസ്സിലാക്കുക, നമുക്കൊരു നിയോഗമുണ്ട്. കോംപ്രമൈസ് ചെയ്യല്ല, വെള്ളം ചേർക്കല്ല. കോംപ്രമൈസ് ചെയ്യല്ല, വെള്ളം ചേർക്കല്ല. തീയിൽ തണുപ്പില്ല. തീയിൽ തണുപ്പില്ല. അഭിഷിക്തനിൽ കോംപ്രമൈസ് ഇല്ല. തീയിൽ തണുപ്പില്ലാത്തതുപോലെ അഭിഷിക്തനിൽ കോംപ്രമൈസ് ഇല്ല. നിന്നെ തടുക്കുവാൻ കടന്നു വരരുത്. എന്ത് വന്നാലും അടിക്കേണ്ടതിനെ അടിക്കും, കീറേണ്ടതിനെ നീ കീറിക്കളയും. ഞാൻ പ്രസംഗിക്കാനല്ല വന്ന്, പ്രവചിക്കാനും വന്ന്. നിന്നെക്കുറിച്ചുള്ള സൽശ്രുതി ദേശം മുഴുവൻ പരക്കുവാൻ വേണ്ടി പോകുന്നു. നിന്നെക്കുറിച്ചുള്ള നല്ല വർത്തമാനം പരക്കാൻ പോകുകയാണ്. കാരണം ഈ ദിവസങ്ങളിൽ നിന്നെക്കുറിച്ച്, നിന്നിലൂടെ ദൈവം ചിലത് ചെയ്യുമ്പോൾ നിന്നെക്കുറിച്ചുള്ളതായ നല്ല ശ്രുതി ദേശത്തിൽ പരക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. മാർക്കോപോളോയുടെ യാത്രകൾ നിങ്ങൾ വായിച്ചവരായിരിക്കാം, പഠിച്ചവരായിരിക്കാം. ഹിസ്റ്ററിയാണ്. അക്കാലത്ത് മെർച്ചൻസ് ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിൽ വന്നിട്ട് യൂറോപ്പിലേക്ക്, മധ്യപൂർവ്വ ദേശത്ത് നിന്നാണ് യൂറോപ്പിലേക്ക് തിരിയുന്നത്. സ്തോത്രം. ഏഷ്യയിലേക്ക് തിരിയുന്നത്, പിന്നെ അതുപോലെ താഴേക്ക് പോയാൽ ആഫ്രിക്കയിലേക്ക് തിരിയുന്നത്. അപ്പോൾ ഇങ്ങനെ മെർച്ചൻസ് ഇങ്ങനെ യാത്ര ചെയ്ത് കടന്നു വരുമ്പോൾ, വഴിയിലൂടെ ഗ്രാമങ്ങൾ പിന്തുടർന്ന് മെർച്ചൻസ് ഇങ്ങനെ കടന്നു വരുമ്പോൾ, കച്ചവടക്കാർ കടന്നു വരുമ്പോൾ ഓരോ ഗ്രാമത്തിലുള്ളതായ വർത്തമാനം കേൾക്കും. അപ്പോൾ ഇങ്ങനെ മെർച്ചൻസ് ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഹൈവേയുടെ സൈഡിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ വഴിയുടെ സൈഡിൽ ഒരിടത്ത് വന്നപ്പോൾ ഏതാണ്ട് ഭയങ്കര നാറ്റം. എന്താ സ്തോത്രം ഇവിടെ നാർന്നത്? കഴുതപ്പുറത്ത് നിന്ന് അവർ ഇറങ്ങി താഴ്വരയെ നോക്കുമ്പോൾ താഴ്വരയിൽ ഇതാ ചത്തൊരു കരടി കിടക്കുകയാണ്. കരടി കിടക്കുക. ഗ്രാമത്തിൽ വാസിയോട് ചോദിച്ചു, ഹേ, ഈ കരടിയെ ആരാ കൊന്നിട്ടത്? ഏത് രാജാവാ ഇതുവഴി പോയത്? അപ്പോൾ അവർ പറഞ്ഞു, സ്തോത്രം, രാജാവൊന്നുമല്ല, ഇതുവഴി കറങ്ങി ഇറക്കുന്ന മറ്റേ ഇടയച്ചെറുക്കനെ നിങ്ങൾ കണ്ടിട്ടില്ല? ആ, കണ്ടിട്ടുണ്ട്. എപ്പോഴും കിന്നരം ഇങ്ങനെ വായിച്ചിട്ടിരിക്കുന്ന ഇടയച്ചെറുക്കൻ. ഓ കമാൻ, ഓ വർഷിപ്പർ, എപ്പോഴും ആരാധിക്കുന്ന, ഹല്ലേലൂയ. റൂമിനകത്ത് ആരാധിക്കുന്നവൻ നാട്ടിൽ യോദ്ധാവാണ്. പ്രൈവറ്റ് സർക്കിളിൽ ആരാധിക്കുന്നവൻ പബ്ലിക് സെക്ടറിൽ യോദ്ധാവാണ്. പ്രൈവറ്റ് സർക്കിളിൽ ആരാധിക്കുന്നവൻ പബ്ലിക് സർക്കിളിൽ അവൻ യോദ്ധാവാണ്.
അവൻ വെറുതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അവൻ പിടിച്ചു കയറിയത് ആരാധനയിലും സ്തുതിയിലുമാണ്. ഓ കമാൺ, കേട്ടെടുക്ക്. അവൻ പിടിച്ചു കയറിയത് അപ്പുറത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയല്ല. അവൻ പിടിച്ചു കയറിയത് ആരാധനയിലും സ്തുതിയിലുമാണ്. ഇൻ ജീസസ് നെയിം. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇസ്രായേലിന്റെ സ്തുതിയിൽ വസിക്കുന്നവരെ ചേർന്ന് ആരാധിച്ചോ. ജനം പറഞ്ഞു കാണും, എപ്പോഴും കിന്നരം വെച്ച് ആരാധിക്കുന്ന അവനുണ്ടല്ലോ, അവൻ്റെ കയ്യിൽ കിന്നരം ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അവൻ്റെ കൈക്ക് ഇത്രയും കരുത്തുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഒരു കരടി വന്നപ്പോൾ അവനെ പീഡിച്ച് ആടിച്ച് അതിനെ കൊന്നു. അവനാണ് ഇതിനെ കൊന്നത്. അടുത്ത ഗ്രാമത്തിൽ പോയപ്പോൾ കരടിയുടെ ന്യൂസ് പറഞ്ഞു. ഇങ്ങനെ ഒരു കരടിയെ കൊല്ലുന്ന ഒരു ചെറുക്കനപ്പുറത്തുണ്ട്. ആ ബെത്ലഹേമിൽ ഞങ്ങൾ വരുന്ന ബെത്ലഹേമിൽ നിന്നാണ്. ബെത്ലഹേമിൽ കഴിഞ്ഞ ആഴ്ച ഒരു ചെറുക്കൻ ഒരു കരടിയെ കൊന്നു. അടുത്ത് വേറൊരു കൂട്ടർ വന്നപ്പോഴേക്കും സ്തോത്രം, ചില ദിവസം കഴിഞ്ഞ് വേറൊരു കൂട്ടർ വന്നപ്പോഴേക്കും സ്തോത്രം മറ്റൊരു സ്ഥലത്ത് ഈച്ചയും സ്തോത്രം മറ്റുമൊക്കെ ഇങ്ങനെ അരിച്ച് ഒരു സിംഹത്തിൻ്റെ ഉടൽ കിടക്കുക. ആരാ സിംഹത്തെ കൊന്നത്? സിംഹത്തെ കൊന്നപ്പോൾ അവർ പറഞ്ഞു, ഒരു ഇടയ ചെറുക്കൻ ഇവിടെയുണ്ട്, അവനാണ് സിംഹത്തെ കൊന്നത്. ആഫ്രിക്കൻ സിംഹത്തെ ഒരു ചെറുക്കനാണ് കൊന്നത്. സോ അവൻ കൊരടിയെ കൊന്നതിൻ്റെ ന്യൂസ്, അവന് സിംഹത്തെ കൊന്ന ന്യൂസ് ദേശത്തിൽ പരന്നു. എല്ലാ മാതാപിതാക്കൾ ആമേൻ പറഞ്ഞാട്ടെ. നിൻ്റെ മക്കൾക്ക് ആക്സിഡൻ്റ് ഇല്ല, അങ്ങനെ ഒരു ന്യൂസ് നിൻ്റെ മക്കൾക്കില്ല. നിൻ്റെ മക്കൾക്ക് ICU ന്യൂസ് ഇല്ല. നിൻ്റെ മക്കളെക്കുറിച്ചുള്ള ഓപ്പറേഷൻ ന്യൂസ് ഇല്ല. തിന്മയുടെ ന്യൂസ് നിൻ്റെ മക്കളെക്കുറിച്ച് ഇല്ല. ഇൻ ജീസസ് നെയിം. പരിശുദ്ധാത്മാവ് ഈ വാക്കുകളെ മുദ്രയിടുകയാണ്. നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സൽകീർത്തിയായിരിക്കും, സൽകീർത്തിയായിരിക്കും. നിൻ്റെ തലമുറയെ കുറിച്ചുള്ള സൽകീർത്തിയായിരിക്കും ദേശത്തിൽ പരക്കുന്നത്. സൽകീർത്തിയായിരിക്കും ദേശത്തിൽ പരക്കുന്നത്. ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ളവനാണ്. സ്തോത്രം. അങ്ങനെ സൽകീർത്തി പരന്നു. സൽകീർത്തി പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കറിയാം, സ്തോത്രം, ശൗലിൽ നിന്ന് ദൈവാത്മാവ് വിട്ടുമാറി ദാവീദിലേക്ക് ദൈവാത്മാവ് സ്തോത്രം പകരപ്പെട്ടു. അതെ, ദാവീദിന്മേൽ ദൈവത്തിന് ആത്മാവ് ഭരിച്ചു. കഴിഞ്ഞ ദിവസത്തെ ഒരു സെഷനിൽ ഞാൻ പറയുകയുണ്ടായി, ഫസ്റ്റ് സെഷനിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുകയുണ്ടായി, ദാവീദിന്മേൽ ദൈവത്തിന് ആത്മാവ് ശക്തിയോടെ വന്നു. 16:13 1 ശമൂവേൽ 16:13. ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടുകൂടെ വന്നു. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഇതാണ്, സ്തോത്രം. അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്: അവൻ എന്ത് ചെയ്താലും സാധിപ്പാൻ വേണ്ടി, അവൻ എന്ത് ചെയ്താലും, നിന്റെ വീട്ടിലിരുന്ന് നീ ഒരു ചെമ്പരത്തി പൂവിൻ്റെ പടം വരച്ചാലും, എല്ലാ പരിധികൾ തകരട്ടെ. എന്നെ കൊണ്ടത് പറ്റത്തില്ല അങ്ങളെ, എന്നെ കൊണ്ടത് സാധിക്കത്തില്ല അങ്ങളെ, എന്നെ കൊണ്ടത് നടക്കത്തില്ല മക്കളെ. യേശുവിൻ്റെ നാമത്തിൽ പിശാച് നടക്കുമെങ്കിൽ ഈ പിള്ളേരെ കൊണ്ടേ നടക്കത്തുള്ളൂ. Come on. Yes, I can do all things in Christ Jesus who strengthens me. I can do all things. I can do all things. അങ്ങനെ സകലതും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവാത്മാവ് ശക്തിയോടെ ഇന്ന് രാത്രി നിന്റെ മേൽ വരികയാണ്. അടുത്തിരിക്കുന്നതിന് നോക്കി പ്രവചിച്ചു പറഞ്ഞാട്ടെ, നടക്കുമെങ്കിൽ നിങ്ങളിലൂടെ നടക്കും. പറഞ്ഞേ, യെസ്, നടക്കുമെങ്കിൽ നിങ്ങളിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. മാതാപിതാക്കൾ ഇന്നത്തോടെ പിള്ളേരെ നോക്കി നെഗറ്റീവ് പറയുന്നത് നിർത്തിക്കൊള്ളതാണ്. ഹല്ലേലൂയ. ഇല്ല, നെഗറ്റീവ് പറയാൻ എൻ്റെ വായി വല്ലാതെ ചൊറിയുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 28-ാം തീയതി വരെ ഞാൻ ഇവിടെ ഉണ്ട്, ഫ്രീ ആയി ചൂയിങ്കം മേടിച്ചു തരാം. എപ്പോഴും ഞാൻ നെഗറ്റീവ് പറയണ്ട, ഉടനെ ചൂയിങ്കം ഇട്ടോളണം. യേശുവിൻ്റെ നാമത്തിൽ ഈ പിള്ളേരെ കൊണ്ട് അതേ സ്തോത്രം നടക്കത്തുള്ളൂ. ഇവരിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ്. മോനെ 1 ശമൂവേൽ 16 അതേ സ്തോത്രം 16:13 വേദപുസ്തകം പറയുന്നു, അന്ന് മുതൽ യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നു, അന്ന് മുതൽ ശക്തിയോടെ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അതിനർത്ഥം സ്തോത്രം, നീ എന്ത് ചെയ്താലും സാധിക്കുവാൻ നിന്റെ എല്ലാ പ്രോജക്റ്റും സാധ്യമാണ്. മറ്റുള്ളവർ പറയും 6 മാസം ഉണ്ടെങ്കിൽ എൻ്റെ പ്രോജക്റ്റ് തീരത്തുള്ളൂ. 3.5 മാസം കഴിഞ്ഞിട്ട് 2.5 മാസം നീ വീട്ടിൽ ഇരുന്ന് ബൈബിൾ വായിക്കും. മറ്റുള്ളവർ വർഷം കൊണ്ട് നേടിയത് നീ മാസം കൊണ്ട് നേടും. മറ്റുള്ളവർ വർഷം കൊണ്ട് നേടിയത് നീ മാസം കൊണ്ട് നേടും. യെസ് യെസ് യെസ്. ഇന്ന് രാത്രി നിന്റെ വാച്ചിനെയും ക്ലോക്കിനെയും കർത്താവ് കറക്റ്റ് ചെയ്യുകയാണ്.
സോ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിന് മേൽ വന്നു. ശൗലിൽ നിന്ന് സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് പോയി ഒരു ദുരാത്മാവ് വന്നു. ദുരാത്മാവിൻ്റെ ശല്യത്തിൽ സ്തോത്രം അത് ശൗലായിത്തീരുന്ന ഒരു അഫ്ലിക്ഷൻ അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ ഡീമണൈസ്ഡ് ആയപ്പോൾ ഈ വർത്തമാനം ദേശത്തിൽ പരിക്കുകയാണ്. കച്ചവടക്കാർ ദേശം മുഴുവൻ ഇങ്ങനെ ഒരു ചെറുക്കനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ സ്തോത്രം അത് ആ ന്യൂസ് ശൗലിൻ്റെ കൊട്ടാരത്തിലെത്തി. ഇങ്ങനെ ഒരു ചെറുക്കനുണ്ട്. ആ ചെറുക്കൻ വന്ന് കിന്നരം വായിച്ചാൽ നിശ്ചയമായിട്ടും നിനക്ക് സുഖം വരും. ഇങ്ങനെ ഒരു ചെറുക്കനുണ്ട്. ആ ചെറുക്കൻ വന്ന് കിന്നരം വായിച്ചാൽ നിനക്ക് ആശ്വാസം വരും. ആശ്വാസപ്രദൻ. നിന്റെ പെൺകുട്ടി ആ വീട്ടിൽ കെട്ടി കടന്നു പോകുമ്പോൾ, വിവാഹം കഴിച്ച് കടന്നു പോകുമ്പോൾ അവൾ പോകുന്നത് വലിയൊരു ആശ്വാസമായിട്ടാണ്. മനസ്സിലായോ? നിന്റെ കുഞ്ഞ് ആ വീട്ടിൽ ചെന്ന് കയറുന്ന ഭയങ്കര ഒരു ആശ്വാസമാണ്. യോസഫ് എങ്ങനെയാണോ പൊത്തിഫേറയുടെ വീട്ടിലെത്തിയത്, ആ വീടിന് ഒരു അനുഗ്രഹമായതുപോലെ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ തോളിലിരിക്കുന്നത് ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനോയിന്റിംഗ് ആയതുകൊണ്ട് നീ അനേകർക്ക്, ആയിരങ്ങൾക്ക് നീയുമായി കണക്ട് ചെയ്യുന്നവർക്ക് നീ ഒരു ആശ്വാസമായിരിക്കും. സോ അവൻ വരുന്നെങ്കിൽ നിനക്കൊരാശ്വാസമായിരിക്കും. ശൗലേ, നീ ദുരാത്മാവിനാൽ ബാധിക്കുന്ന ആ ചെറുക്കൻ വരുന്നെങ്കിൽ നിനക്കൊരാശ്വാസമായിരിക്കും. റിയലി ചെറുക്കൻ വരുന്നെങ്കിൽ ആശ്വാസം. അവൻ എന്തോ പ്രായം വരും, 28, 32 എന്തോ പ്രായമുണ്ട്? ഇല്ല, തീരെ ചെറുപ്പം. 14-ാമത്തെ വയസ്സിൽ തൽമൂദ് പറയുന്നു, 14-ാമത്തെ വയസ്സിൽ അവൻ കൊട്ടാരത്തിൽ ചെന്ന് പാട്ടുപാടി. കൊട്ടാരത്തിൽ ചെന്ന് കാര്യം കണ്ടു വെച്ച് വരികയാണ്. എക്സൈറ്റഡ് അല്ല. അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് മരുഭൂമിയിൽ കർത്താവായിരുന്നു. അതുകൊണ്ടാണ് അവൻ പാടിയത്. കൊട്ടാരത്തിൽ വന്നപ്പോഴും അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കർത്താവാണ്. അവൻ പാടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കൊട്ടാരത്തിൽ കയറി പാട്ട് പാടിയവന് കർത്താവ് കൊട്ടാരത്തിൽ ഒരു സിംഹാസനം ഒരുക്കി. ഉറങ്ങിയിരിക്കുന്നവർ ഇപ്പോൾ ഉണരാൻ വേണ്ടി ഒരു കാര്യം പറയാം. സായിപ്പിനെ കാണുമ്പോൾ മറന്നില്ല ദാവീദ് മറന്നില്ല. സ്തോത്രം. അതെ, കൊട്ടാരത്തിൽ പോയപ്പോഴും തൻ്റെ പാട്ട് മറന്നില്ല. കൊട്ടാരത്തിൽ 14-ാമത്തെ വയസ്സിൽ കിന്നരം വായിച്ച് അവൻ പാടുമ്പോൾ സ്തോത്രം, അതെ, വിടുതൽ നടക്കുകയാണ്. 14-ാമത്തെ വയസ്സിൽ അവൻ്റെ വിടുതൽ ശുശ്രൂഷ ആരംഭിച്ചു. ഏറ്റെടുക്ക്. 14-ാമത്തെ വയസ്സിൽ എൻഡ് ടൈം റിവൈവൽ ആർമിയെ നോക്കി ഞാൻ പ്രവചിക്കട്ടെ. പക്വതയുണ്ടോ, പാകതയുണ്ടോ? തിരിച്ച് ഞാൻ പറയുന്നു, അഭിഷേകമുണ്ട്. പക്വതയും പാകതയും അല്ല. 14-ാം വയസ്സിൽ അഭിഷേകമുണ്ട്. രാജാവിൻ്റെ റോയൽ ഭൂതം മാറി നിൽക്കുകയാണ്. രാജാവിൻ്റെ റോയൽ ഭൂതം മാറുകയാണ്. വിടുതൽ നടക്കുകയാണ്. ഹല്ലേലൂയ. അത് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ്. യഥാർത്ഥത്തിൽ ഈ ഭൂതങ്ങളിൽ നിന്നുള്ള വിടുതൽ എന്ന് പറയുന്നത്, ഭൂതം അലറി മാറുന്നത് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ്. മർക്കോസ് സുവിശേഷം 1:23 ഫസ്റ്റ് ഇൻസിഡൻറ്റ്. യേശു കർത്താവ് സ്തോത്രം അനോയിന്റിംഗ് ആയി അഭിഷേകം പ്രാപിച്ച് ദേവാലയത്തിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് ഭൂതത്തെ, ദുരാത്മാവിനെ കർത്താവ് പുറത്താക്കി. തുടർന്ന് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഗോസ്പൽസിൻ്റെ എല്ലാ പേജസിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഭൂതം വിട്ടുപോകുകയാണ്. ഒടുവിലായി യേശു കർത്താവ് പറഞ്ഞു, ഞാൻ മാത്രമല്ല ഭൂതം പുറത്താക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവനും ഭൂതം പുറത്താക്കും. ഞാൻ മാത്രമല്ല ഭൂതം പുറത്താക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവനും ഭൂതം പുറത്താക്കും. ഷോക്ക് അടിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഇലക്ട്രിസിറ്റി കയറി പിടിച്ച് ഷോക്ക് അടിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കമോൺ, ഡേഞ്ചറസ് പീപ്പിൾ. ഹല്ലേലൂയ. കർത്താവേ, എന്നെ കാത്തോളണേ. സ്തോത്രം. ഷോക്ക് അടിച്ച് നിൽക്കുന്നവനെ കയറി പിടിച്ചാൽ നിനക്ക് ഷോക്ക് അടിക്കും. ഷോക്കടിച്ച് നിൽക്കുന്നവനെ നീ കയറി പിടിച്ചാൽ നിനക്ക് ഷോക്കടിക്കും. അർത്ഥം, ഭൂതങ്ങളെ പുറത്താക്കാൻ, അതായത് നമുക്കിങ്ങനെ പറയാം, പിശാചിൻ്റെ പ്രവർത്തികളെ അടിപ്പാൻ പ്രത്യക്ഷനായവനെ നീ കണക്ട് ചെയ്താൽ നിന്നെ തൊടുന്നവനെ ഷോക്കടിക്കും. പിശാചിൻ്റെ പ്രവർത്തികളെ അടിപ്പാൻ പ്രത്യക്ഷനായ കർത്താവായ യേശു ക്രിസ്തുവുമായി നീ കണക്ട് ചെയ്ത് ജീവിക്കുമ്പോൾ നിന്നെ കാണുമ്പോൾ തന്നെ ഭൂതങ്ങൾ അലറി മാറും. മനസ്സിലായോ? സോ പുതിയ നിയമത്തിൽ ഭൂതം പോകുന്ന ഒരു അത്ഭുതമല്ല. അത് നോർമലാണ്. അത് നോർമൽ ആകണം. നിന്റെ വീട്ടിൽ ഡ്രൈവർ കടന്നു വന്നാൽ, നിന്റെ വീട്ടിൽ സ്തോത്രം വേലക്കാരത്തിൽ കടന്നു വന്നാൽ അവർക്ക് ഭൂതം ഉണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഇളകി മാറണം.
ഞാൻ പറയുന്ന അനുഭവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഭൂതമുള്ള ഒരാളിന് നിന്റെ കോമ്പൗണ്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ ദിവസം വീട്ടിൽ പോകണം. ഒന്നുകിൽ അവൻ പോകണം, അല്ലെങ്കിൽ അവൻ്റെ ഭൂതം പോകണം. ഹല്ലേലൂയ. കാരണം സ്തോത്രം, വിശ്വസിക്കുന്നവർ ഈ അടയാളങ്ങൾ നടക്കും. അത് യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകും. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താകും. പക്ഷേ സ്തോത്രം കേൾക്ക്, ദിസ് ഈസ് വളരെ ഡീപ്പായിട്ടുള്ള ഒരു പോയിന്റ് പറയട്ടെ. സ്തോത്രം, ഇന്ന് ഭൂതം പോകുന്ന ഒരു അത്ഭുതമല്ല. ഇന്ന് ഭൂതം പോകുന്ന ഒരു അത്ഭുതമല്ല. കാരണം സാത്താൻ്റെ തല തകർക്കപ്പെട്ടു, പാതാള ഗോപുരങ്ങൾ ചെതറപ്പെട്ടു. ചിലരുടെ സ്തോത്രം അതേ ഒരു പുസ്തകം ഇങ്ങനെ കുത്തുവിട്ട് ചെതറിക്കിടക്കുന്നത് പോലെ നരകത്തിൻ്റെ മുഴുവൻ സിസ്റ്റവും ഇന്ന് തകർന്നു കിടക്കുകയാണ്. രണ്ടാം സ്വർഗം മുഴുവൻ താറുമാറായിരിക്കുകയാണ്. കാരണം യേശു കർത്താവ് പിശാചിൻ്റെ തലയെ തകർത്തെന്ന് മാത്രമല്ല, സ്വന്തം രക്തവുമായി കർത്താവ് ആകാശത്തിലൂടെ കടന്നുപോയപ്പോൾ അതേ രണ്ടാം സ്വർഗത്തിൽ സിസ്റ്റമാറ്റിക്കായി സകലതിനെ വെച്ച് സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സൈന്യം എങ്ങനെ സകലതം തമ്പടിച്ചു വന്നപ്പോൾ ദാ വരുന്നതാ രക്തം കൊണ്ട് ദാ വരുന്നത് രണ്ടാം സ്വർഗത്തിലെ സകല അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു കിടക്കുകയാണ്. തകർന്നതിനെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? തകർത്തവൻ നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇന്നും ഭൂതം പോകുന്നത് വലിയൊരു കാര്യമല്ല, ഭൂതം പോകാത്തതാണ് വലിയ കാര്യം. ഒരിക്കൽ കൂടെ, ഭൂതം പോകുന്നതല്ല, ഭൂതം പോകാത്തതാണ് വലിയ കാര്യം. പക്ഷേ എന്നാൽ ക്രൂശിന് മുമ്പ്, സ്തോത്രം, ക്രൂശിന് മുൻപ് യേശു കർത്താവിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പിശാചിൻ്റെ തല തകർന്നിട്ടില്ല. അന്ന് രണ്ടാം സ്വർഗത്തിലുള്ളതായ അന്ധകാര മണ്ഡലത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല. പാതാള ഗോപുരങ്ങൾക്ക് ഒരു ക്ഷതമോ ക്ഷീണമോ ഛേദമോ വന്നിട്ടില്ല. അന്ന് ഭൂതം മാറി എന്ന് പറഞ്ഞാൽ, അന്ന് ഭൂതം മാറി എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാ. അന്ന് ഭൂതം മാറി എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാ. അതാരിലൂടെ മാറിയത്? വായ്പൊട്ടി മിണ്ടാതിരുന്നവരിലൂടെ അല്ല മാറിയത്. അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നവൻ അന്ന് ഭൂതത്തെ പുറത്താക്കിയെങ്കിൽ, ശൗലിൽ നിന്ന് ദുരാത്മാവിനെ ചേസ് ഔട്ട് ചെയ്യാൻ, അന്ന് ദൈവം 14 വയസ്സിൽ ദാവീദിനെ അന്ന് ഉപയോഗിച്ചുവെങ്കിൽ, ഇന്ന് കരങ്ങളടിച്ച് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കുന്നവനെ എത്ര അധികമായിട്ടായിരിക്കും ദൈവം അതേ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. 14 വയസ്സിൽ ശൗലിൻ്റെ വിടുതലിന് വേണ്ടി ഇവനെ ദൈവം ഉപയോഗിച്ചു. സ്തോത്രം. എൻ്റെ മിനിസ്ട്രി അഭിഷേകം കിട്ടുന്നത് ആൾമോസ്റ്റ് 12 വയസ്സിൽ. കാരണം 12 വയസ്സിലാണ് സ്തോത്രം ലേവ്യ ഗോത്രത്തിൽപ്പെട്ട കുട്ടികൾ, ലേവ്യ ഗോത്രക്കാർ, അവരാണ് ശുശ്രൂഷ ഗോത്രം. അവരാണ് സമാഗമന കൂടാരത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. 12 വയസ്സിലാണ് ലേവ്യ ഗോത്രത്തിൽ പിള്ളേര് മുഴുവൻ അതെ സമാഗമന കൂടാരത്തിൽ വന്ന് ശുശ്രൂഷയ്ക്ക് സഹായകരാകുന്നത്. സോ ഓൾമോസ്റ്റ് ആ 12 വയസ്സിലായിരിക്കണം ഈശായിയുടെ വീട്ടിലേക്ക് തൈലക്കൊമ്പുമായി ശമൂവേൽ വന്നത്. എഗെയിൻ 12 വയസ്സിലാണ് ദാവീദ് പുത്രൻ ദേവാലയത്തിലിരുന്നത്. Come on. അവൻ 12 വയസ്സിലായിരിക്കും. 14 വയസ്സിലായിരിക്കും ആണ് സ്തോത്രം ശൗലിൽ നിന്ന് ദുരാത്മാവിനെ പുറത്താക്കാൻ അവന് കൊട്ടാരവുമായി അവൻ കണക്ട് ചെയ്തത്. കേക്ക് വീണ്ടും നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഏലാ താഴ്വരയിൽ ദൈവം അവനെ നിർത്തിയത് ആൾമോസ്റ്റ് 17 വയസ്സിലാണ്. ഏലാ താഴ്വര, 5 പ്രധാന താഴ്വരകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു താഴ്വരയാണ് ഏലാ താഴ്വര. ഏലാ താഴ്വരയിൽ അപ്പുറത്ത് ഫിലിസ്തീനും അവൻ്റെ സൈന്യവും, ഇപ്പുറത്ത് സ്തോത്രം അതെ ശൗലും ഇസ്രായേലിൻ്റെ സൈന്യവും. അതിന് നടുവിൽ 40 ദിവസത്തെ വെല്ലുവിളി ഇതാ ഉയരുകയാണ്. നിങ്ങൾക്കറിയാം സ്തോത്രം, ഗോലിയാത്ത് വന്നു നിന്ന് വെല്ലുവിളിക്കുന്നു. ആൾമോസ്റ്റ് 9 അടിക്ക് മുകളിൽ 10 അടിയോളം ഹൈറ്റുള്ളതായ ഗോലിയാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ 10 അടി ഉയരമുള്ളതായ ആ സ്തോത്രം സീലിങ്ങിൽ ഗോലിയാത്തിൻ്റെ തല തട്ടും. ഓൾമോസ്റ്റ് അവൻ്റെ ചെരുപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവുണ്ട്. സ്തോത്രം അതെ പുറത്ത് കിടക്കുന്ന ഒരു ചപ്പൽ പോലും, ചപ്പൽ മാറൽ ഇന്ന് രാത്രി സ്തോത്രം അതെ ആ ഗോലിയാത്തിൻ്റെ ചപ്പൽ പുറത്ത് കിടന്നാൽ സ്തോത്രം ഗോലിയാത്തിൻ്റെ ഇവിടെ അഡ്മിഷൻ ഇല്ല ഇൻ ജീസസ് നെയിം. സ്തോത്രം ഓൾമോസ്റ്റ് നമ്മുടെ ഒരു 3-3.5 അടിയോളം അവൻ്റെ ചപ്പലിന് തന്നെ വലിപ്പമുണ്ട്. അത്ര വലിയവൻ നിന്ന് അവിടെ വെല്ലുവിളിക്കുകയാണ്. ഗദ്യനായ ഗോലിയാത്ത്. അവന് 4 സഹോദരന്മാരുണ്ട്.
ഉണ്ടായിരുന്നെന്ന് വേദപുസ്തകം പറയുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 21 അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ, 2 ശമൂവേലിന്റെ പുസ്തകം 21 അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ ഗോലിയാത്തിന് 4 സഹോദരന്മാരാണ് ഉള്ളത്. ഗദ്യനായ ഗോലിയാത്തിന് 4 സഹോദരന്മാരാണുള്ളത്. സ്തോത്രം. സോ ഈ പർട്ടിക്കുലർ യുദ്ധത്തിൽ, സ്തോത്രം, വീട്ടിൽ പോയി ബാക്കി വായിച്ചു നോക്ക്. ഈ പർട്ടിക്കുലർ യുദ്ധത്തിൽ ഗോലിയാത്ത് മാത്രമാണ്, സ്തോത്രം, മുന്നോട്ട് വന്നിട്ടുള്ളത്. ബാക്കി 4 സ്തോത്രം പിന്നണിയിൽ മേ ബി ഉണ്ടായിരിക്കാം. പക്ഷെ അവന് വച്ച കണ്ടീഷൻ ഇതാണ്: ഞാൻ വീണാൽ ബാക്കിയുള്ള സൈന്യം മുഴുവൻ, അതായത് ഫെലിസിയ സൈന്യം മുഴുവൻ നിങ്ങൾക്ക് അടിമകളായിക്കൊള്ളാം. നിങ്ങൾക്കറിയാം ആ സ്റ്റോറി. സ്തോത്രം. സോ 17-ാമത്തെ വയസ്സിൽ കോമളരൂപിയായവൻ, പവിഴ നിറമുള്ളവൻ എന്ന് പറഞ്ഞാൽ ബ്ലൂ ഐസ്, വൈറ്റിഷ് കോംപ്ലക്ഷൻ, ബ്ലോണ്ട് ഹെയർ ആയ ഒരുത്തൻ. കാരണം അവൻ്റെ അമ്മ യൂറോപ്യൻ സൈഡിലാണ്. ദാവീദിൻ്റെ അമ്മ യൂറോപ്യൻ സൈഡിലായതുകൊണ്ട് ബ്ലൂ ഐസ്, സ്തോത്രം, അതെ, ബ്ലോണ്ട് ഹെയർ, സ്വർണ്ണ തലമുടി പോലെ, സ്തോത്രം, അതെ, ഉള്ളവൻ, നല്ല വൈറ്റിഷ് കോംപ്ലക്ഷനുള്ള നല്ല വെളുത്ത് ഒരു ചെറുക്കൻ, 17-ാമത്തെ വയസ്സിൽ പ്രായമുള്ളവ, ഒരു സുന്ദരക്കുട്ടൻ, സ്തോത്രം, അവിടേക്ക് കടന്നു വരിക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കരിവാളിപ്പ് പോലും നിങ്ങൾ ഇരിക്കത്തില്ല. കേക്ക്, വളരെ ശ്രദ്ധിക്കുക. ബ്യൂട്ടി പാർലറിലല്ല നിങ്ങൾ വന്നത്, ദൈവസന്നിധിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആരോ ഓറ എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം ഓറ എന്ന് പറയുന്നതിനേക്കാൾ ഒരു പ്രസൻസ്, ദൈവത്തിൻ്റെ ഗ്ലോറിയസ് പ്രസൻസ് നിങ്ങളുടെ മേൽ ദൈവകൃപയാൽ മൂടിക്കിടക്കും. ഹല്ലേലൂയ. ഏത് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പോയാലും, ഏത് ഉന്നതന്മാരുടെ അടുത്ത് പോയാലും, യെസ്, ഒട്ടും കുറയ. കാരണം സൃഷ്ടാവാം ദൈവത്തിൻ്റെ വിലയേറിയ സൗന്ദര്യമായിരിക്കും, മഹത്വമായിരിക്കും നിന്നിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആ ചെറുക്കൻ അതെ ആ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്ന്, അതെ, നിങ്ങൾക്കറിയാം, സ്തോത്രം, 5 കല്ലുകളാണ് അവന് എടുത്തത്. അവന് നോക്കി കർത്താവ് പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എൻ്റെ 17-ാമത്തെ വയസ്സിലും അവൻ്റെ ഐഡിയ, അവൻ്റെ പ്ലാൻ, അവൻ്റെ ഇംഗിതം, അവൻ്റെ അപ്പൻ്റെ സ്വഭാവമല്ല, അപ്പൻ്റെ ആറ്റിറ്റ്യൂഡല്ല, അവൻ്റെ അമ്മയുടെ ആറ്റിറ്റ്യൂഡല്ല. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും നെഗറ്റീവ് ഇൻഫ്ലുവൻസുകൾ എല്ലാ തലമുറകളിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്വർഗത്തിന്റെ ഇൻഫ്ലുവൻസ്, സ്തോത്രം, കുഞ്ഞുങ്ങളിൽ നിറയമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ദൈവത്തിന്റെ ഇംഗിതം? യിശായിയാണെങ്കിൽ പറഞ്ഞേനെ, എവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കിയാൽ മതി, എവനെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയും, സ്തോത്രം, നോ, ഇന്ന് മാത്രമല്ല ജയം, ആ വീടിന് മുഴുവൻ നിനക്ക് ജയം വേണം. ദൈവം തരുന്നത് ടോട്ടൽ വിക്ടറിയാണ്. ദൈവം തരുന്നത് പാർഷ്യൽ വിക്ടറി അല്ല. ഒരിക്കൽ കൂടെ, ദൈവം തരുന്നത് പാർഷ്യൽ വിക്ടറി അല്ല. നരകത്തിൽ നിന്ന് എനിക്ക് നിരക്കുന്നതിനെതിരെ കയറി വരുന്നതായ സകലത്തിന്മേലും ദൈവകൃപയാൽ നമുക്ക് ജയം വേണം. ഒരിക്കൽ കൂടെ, നരകത്തിൽ നിന്ന് കയറി വരുന്ന സകലത്തിന്മേലും ജയം വേണം. ഹല്ലേലൂയ. ചിലതിൽ തോറ്റ്, ചിലതിൽ വീക്കായി, ചിലതിൽ അഡ്ജസ്റ്റ് ചെയ്ത്, ചിലതിൽ മാത്രം അതേ ജയിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. എല്ലാ സബ്ജക്റ്റിൽ ജയമുണ്ട്, സകല വിഷയങ്ങളിൽ ജയമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ തോട്ടിലേക്ക് ഓടി ഇറങ്ങി 5 കല്ലുകളാണ് അവൻ എടുത്തത്. 5 കല്ല്. കാരണം ഇന്ന് ഒരുത്തിനെ വന്നിട്ടുള്ളൂ, ബാക്കി 4 വീട്ടിലിരിപ്പുണ്ട്, അല്ലെങ്കിൽ പിൻനിരയിലുണ്ട്, ഒളിച്ചിരിക്കുന്നുണ്ട്. ആ സൈന്യത്തിൻ്റെ ബാക്കിൽ ബാക്കി 4 ഉണ്ടായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ പറയും, ഇപ്പോഴുള്ള പോരാട്ടം, ഇന്നത്തെ പോരാട്ടം, ഇന്നത്തെ ഡേറ്റ് എത്രയാ? ഇന്നത്തെ ഡേറ്റ് പറ. സ്തോത്രം. 2026 ജൂൺ മാസം 17-ാം തീയതി ഇന്ത്യൻ ടൈം 8:21 രാത്രി മാത്രമല്ല എനിക്ക് ജയം വേണ്ടിയത്, ഇപ്പം മാത്രമല്ല എനിക്ക് ജയം വേണ്ടിയത്. ഇനി നാളെ എന്തെങ്കിലും വന്നാൽ അതിന്മേലും ജയമുണ്ട്, അടുത്ത ആഴ്ചയും ജയമുണ്ട്, അടുത്ത മാസവും ജയമുണ്ട്, അവസാന ശ്വാസം വരെ ജയമുണ്ട്. ഞാൻ ജീവിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. ജയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ തോൽവിയില്ല, ഒന്നിൽ പോലും എനിക്ക് സെറ്റ് ബാക്ക് ഇല്ല. സെറ്റ് ബാക്ക് അനുഭവിച്ച എല്ലാവരും പറ, വാ, ഫൈറ്റ് ബാക്ക്, വാ, വാ, വാ. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് കരങ്ങളെ അടിച്ച് ജയത്തിന്റെ കർത്താവിന് സ്തോത്രം പറഞ്ഞേ, അധരങ്ങളെ തുറന്ന് ജയം, ടോട്ടൽ വിക്ടറി. വീട്ടിൽ ജയമുണ്ട്, പിള്ളേരുടെ കാര്യത്തിൽ ജയമുണ്ട്, സമ്പത്തിൽ ജയമുണ്ട്, ആരോഗ്യത്തിൽ ജയമുണ്ട്, ശുശ്രൂഷകളിൽ ജയമുണ്ട്, സകല സെഷനുകളിൽ ജയമുണ്ട്. ഒരൊറ്റ കാര്യത്തിൽ പോലും നിങ്ങൾ തലകുനിഞ്ഞ് ഇറങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് മുൻപേ പോയ മറ്റുള്ളവർ തോറ്റെടുത്ത് നിങ്ങൾക്ക് ജയമുണ്ട്. ഹല്ലേലൂയ.
യേശുവിന്റെ നാമത്തിൽ അടുത്ത് പറവാൻ പോകുന്ന പ്രൊഫസിയാണ്. സ്തോത്രം. അതെ, ഒരു കാലം വരുന്നു, ഒരു സമയം വരുന്നു. ആ സമയത്തിൽ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. എന്താണെന്നറിയോ? നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയും, അവനെ വിളിക്ക്, അവൻ വന്നാലേ വല്ലതും നടക്കത്തുള്ളൂ. അയാളെ വിളിക്ക്, അയാളെ വിളിച്ചാലേ വല്ലതും നടക്കത്തുള്ളൂ. ആ 17 വയസ്സുകാരനെ ഇറക്ക്. ആ 17 വയസ്സുകാരൻ ഇറങ്ങിയതല്ല, അവനെ കണ്ടാവ് കൊണ്ടുവന്ന. നിന്റെ പേരിൽ ദൈവം കരുതിയിരിക്കുന്ന വലിയ ജയമുണ്ട്. നിന്റെ പേരിൽ ഓൾറെഡി ദൈവം തീരുമാനിച്ചിരിക്കുന്ന വലിയ ജയമുണ്ട്. സ്തുതിക്കുന്നവരെ, വായിക്കുന്നവരെ, ബൈബിൾ വായിക്കുന്നവനെ, ആരാധിക്കുന്നവനെ, വിശുദ്ധിയിലും കൃപയിലും ജീവിക്കുന്നവനെ, നിന്റെ പേരിൽ ദൈവം കുറിച്ചിരിക്കുന്ന പെർമനന്റ് ആയിട്ടുള്ള ജയമുണ്ട്. ആ ജയത്തെ ആർക്കും തെറ്റിത്തരും. നോ വേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമില്ലാത്ത എല്ലാ വലിയന്മാരുടെയും സ്തോത്രം, എല്ലാവർക്കും ഓരോ വീക്ക്നെസ് ഉണ്ട്. ക്രിസ്തു ഉള്ളവർക്ക് കവറിങ് ഉണ്ട്, ക്രിസ്തു ഇല്ലാത്തവർക്ക് വീക്ക്നെസ് ഉണ്ട്. ക്രിസ്തു ഉള്ളവർക്ക് കവറിങ് ഉണ്ട്, ക്രിസ്തു ഇല്ലാത്തവർ വീക്ക്നെസ് ഉണ്ട്. സ്തോത്രം. ക്രിസ്തു ഇല്ലാത്ത, അല്ലെങ്കിൽ കർത്താവിൻ്റെ കവറിങ് ഇല്ലാത്ത ഗോലിയാത്തിൻ്റെ ശിരസ്ത്രത്തിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവൻ്റെ ശിരസ്ത്രത്തിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ദാവീദ് പറഞ്ഞു കാണും, എനിക്ക് അത്രയും മാത്രം മതി, എനിക്ക് അത്രയും മാത്രം മതി, എനിക്ക് അത്രയും മാത്രം മതി. കർത്താവിൻ്റെ കവറിങ് ഉള്ള നിനക്ക് ഒരു ഡിറക്ഷനിലും ആർക്കും ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. I feel the presence of God. Covering, 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 covering. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയാകുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയാകുന്നു, 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 പരിചയാകുന്നു. ഡിസേൺമെന്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പോവാ, ഡിസേൺമെന്റ് ഹൈലൈറ്റ് ചെയ്യാൻ പോവാ, ഡിസേൺമെന്റ് ഹൈലൈറ്റ് ചെയ്യാൻ പോവാ. പലരും കണ്ടത് അവൻ്റെ ഉയരമാണ്, പലരും കണ്ടത് അവൻ്റെ തൂക്കമാണ്, പലരും കണ്ടത് അവൻ്റെ വലിപ്പമാണ്, പലരും കണ്ടത് അവൻ്റെ പരിചയക്കാരനാണ്, പലരും കണ്ടത് അവൻ്റെ ആയുധമാണ്. എന്നാൽ നീ കാണുന്നത് അവൻ്റെ വീക്ക്നെസ് ആണ്. നീ കാണുന്നത് അവൻ്റെ വീക്ക്നെസ് ആണ്. എവിടെ തട്ടി അവൻ വീടും. നീ കാണുന്നത് വീക്ക്നെസ് ആണ്. ഇതുവരെ ആരും കാണാത്തത് ഇതാ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ദൈവത്തിന്റെ ഡിസേൺമെന്റിൽ നീ കാണാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മല്ലം വീണു, മല്ലൻ തലയെ വെട്ടി, മല്ലം വീണു, മല്ലൻ്റെ തലവെട്ടി. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 17 വീട്ടിൽ പോയി വായിച്ചു നോക്ക്. സ്തോത്രം. മല്ലൻ്റെ തലയെ യെരൂശലേമിൽ കൊണ്ടുപോയി, മല്ലൻ്റെ തലയെ യെരൂശലേമിൽ കൊണ്ടുപോയി. എന്തുകൊണ്ട് പറ ഒത്തിരി പ്രാവശ്യം കേട്ടതാ. എന്തുകൊണ്ട് മല്ലൻ്റെ തലയെ യെരൂശലേമിൽ കൊണ്ടുപോയി? സ്തോത്രം. എന്തുകൊണ്ട് കൊണ്ടുപോയി? കാരണം അവിടെ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ പേരാണ് ഗോൽഗോഥ, അഥവാ തലയോടിടം. തലയോടിടത്തിൽ ഈ തല നിക്ഷേപിപ്പാൻ അവനിതാ ഈ തലയും വലിച്ചരിച്ച ദേശത്തൂടെ പോവാണ്. ഗ്രാമവാസികൾ ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കാം, ഒരുപക്ഷെ അവൻ്റെ പിന്നാലെ പോയ ശൗലിൻ്റെ പട്ടാളമായിരിക്കാം. സ്തോത്രം. അതേ ജയത്തിൻ്റെ ഗീതവും പാടി ആ ചെറുക്കൻ്റെ പിന്നാലെ പോയത്. ഹല്ലേലൂയ. നീ അമേരിക്ക പോയപ്പോൾ, നീ യൂറോപ്പിൽ പോയപ്പോൾ, നീ ദുബായിൽ പോയപ്പോൾ അതേ അമേരിക്കൻ ടൂറിസ്റ്ററും കൊണ്ടായിരിക്കാം എയർപോർട്ടിൽ പോയത്. സാംസണൈറ്റിൻ്റെ ബാഗും പിടിച്ചായിരിക്കാം നീ പോയത്. പക്ഷേ ദാവീദ് യെരൂശലേമിൽ പോയപ്പോ അവരിതാ മല്ലന്റെ തലയും കൊണ്ടാണ്. അതൊരു പ്രൊഫറ്റിക് ആക്ട് ആണ്. ദാവീദ് ഇന്ന് മല്ലന്റെ തലയും കൊണ്ട് പോയെങ്കിൽ 1000 വർഷം കഴിഞ്ഞിട്ട് ദാവീദ് പുത്രൻ പറിയഭാമിന്റെ തലയെ തകർക്കാൻ ക്രൂശുമായി അവൻ ഗോൽഗോഥ കയറി. ഹല്ലേലൂയ. മല്ലന്റെ തലയെ വെട്ടിയെടുത്തു, പഴയ പാമ്പിന്റെ തല തകർന്നു. 3 പേരെ തൊട്ട് പറയാം, നമ്മുടെ തല കുനിയത്തില്ല. പറഞ്ഞാട്ടെ, നമ്മുടെ തല കുനിയത്തില്ല. ഇൻ ജീസസ് നെയിം. നിന്റെ തല കുനിയത്തില്ല, നിന്റെ തല കുനിയത്തില്ല. ഇൻ ജീസസ് നെയിം. അതായിരുന്നെങ്കിൽ പണ്ടായിരുന്നു. ഇനി നടക്കത്തില്ല, ഇനി നടക്കത്തില്ല. ഈ പട്ടണത്തിൽ, ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത്, ഈ പട്ടണത്തിൽ, ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത്
അഭിഷേകമുള്ള നിന്റെ തല, അഭിഷേകമുള്ള നിന്റെ തല, അഭിഷേകമുള്ള തലവേദനയുള്ളതല്ല, ഭാരമുള്ളതല്ല. നോ 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 നോ. ഒന്നിനും നിന്നെ ഭാരപ്പെടുത്താൻ കഴിയത്തില്ല. ഒന്നിനും നിന്നെ ഭാരപ്പെടുത്താൻ കഴിയത്തില്ല. എവരിതിങ് ഈസ് അണ്ടർ യുവർ ഫീറ്റ്. സകല ഭാരങ്ങൾ നിന്റെ കാൽ കീഴിലാണ്. സകല വെല്ലുവിളികൾ നിന്റെ കാൽ കീഴിലാണ്. ചുറ്റുമുള്ളതിന്റെ മുൻപിൽ നിന്റെ തല ഉയരുവാൻ പോകുന്നു. ജീസസ് നെയിം. ഈ ഇൻട്രഡക്ഷനോടെ യങ്സ്റ്റേഴ്സിനോട് ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് പോലും നിനക്ക് കളയാനില്ല. ഒരു സെക്കൻഡ് പോലും നിനക്ക് കളയാനില്ല. ഒരു സെക്കൻഡ് മൊബൈൽ ഫോണിൽ ഉടക്കുമ്പോൾ നീ മനസ്സിലാക്കണം, എൻ്റെ ഒരു മാർക്ക് പോയി. കമ്പ്യൂട്ടർ ഗെയിംസിൽ കയറുമ്പോൾ നീ മനസ്സിലാക്കണം, കുറേ മാർക്ക് പോയി. സ്തോത്രം. അതേ സോഷ്യൽ മീഡിയയിൽ തോണ്ടുമ്പോൾ നീ മനസ്സിലാക്കണം, സ്തോത്രം, എൻ്റെ കുറേ ഭാവിയുടെ നന്മ പോയി. ഒരു സെക്കൻഡ് പോലും നിനക്ക് കളയാനില്ല. കാരണം 10ാമത്തെ വയസ്സിൽ അഭിഷേകം, അല്ലെങ്കിൽ 12ാമത്തെ വയസ്സിൽ അഭിഷേകം, 12ാമത്തെ വയസ്സിൽ അഭിഷേകം, 14ാമത്തെ വയസ്സിൽ വിടുതലിന്റെ ശുശ്രൂഷ, 17ാമത്തെ വയസ്സിൽ മല്ലന്റെ തലയെ വെട്ടിയെടുത്ത് നടന്നുപോയ ലൈഫിന്റെ പേരാണ് അപ്ഗ്രേഡ്, അപ്ഗ്രഡേഷൻ, അപ്ഗ്രേഡ്. കേറുവാ. ഇന്ത്യൻ ചർച്ചിൽ പുതിയ ജയന്റ് കില്ലേഴ്സ് ദൈവകൃപയാൽ എഴുന്നേൽക്കുമാറാകട്ടെ. മല്ലന്മാരെ വീഴ്ത്തുന്നവൻ ഇന്ത്യൻ ചർച്ചിൽ ദൈവകൃപയാൽ എഴുന്നേൽക്കട്ടെ. കമാൺ, വായികളെ തുറന്ന് ശക്തിയോടെ, ശക്തിയോടെ. യെസ് 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 യെസ്. മാതാപിതാക്കൾ ഉപവസിക്കുന്നത്, സഭ ഉപവസിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ പുതിയൊരു ട്രെൻഡ് ഈ രാജ്യത്തിൽ ദൈവകൃപയാൽ സെറ്റ് ചെയ്യണം. ലോകത്തിന് ഇല്ലാത്തത് സഭയ്ക്ക് കൊടുക്കാനുണ്ട്. എല്ലാ യങ്സ്റ്റേഴ്സും വാ തുറന്ന് സ്തോത്രം ശക്തിയോടെ 2 മിനിറ്റ് ശബ്ദം ഉയർത്തി, 2 കരങ്ങൾ ഉയർത്തി ആത്മാവിലൊന്ന് ആരാധിച്ചിരുന്നേ, പ്രാർത്ഥിച്ചിരുന്നേ, ദൈവത്തെ സ്തുതിച്ച് 2 കരങ്ങൾ ഉയർത്തി. നിങ്ങളെ വോളിയം നന്നായി, നിങ്ങളുടെ ശബ്ദം നന്നായി ഉയരട്ടെ. സംസാജനദിയ ശകജഗദരബൗഷ്. നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ, ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. കീബോർഡല്ല, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. സക്സസ് സക്സസ് സക്സസ്. ജയിക്കുന്നവർ ജയിക്കുന്നവർ ജയിക്കുന്നവർ. ചെറിയ പ്രായത്തിലെ വലിയ നേട്ടം, ചെറിയ പ്രായത്തിലെ വലിയ നേട്ടം, ചെറിയ പ്രായത്തിലെ വലിയ നേട്ടം. ഐ പ്രൊഫസൈ. ഞാൻ ഇറങ്ങി വന്ന് ചിലതിൻ്റെയൊക്കെ തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചെറിയ പ്രായത്തിലെ വലിയ നേട്ടം, ചെറിയ പ്രായത്തിലെ വലിയ നേട്ടം, ചെറിയ പ്രായത്തിലെ വലിയ നേട്ടം. അപ്ഗ്രഡേഷൻ, അപ്ഗ്രഡേഷൻ. ചെറിയ പ്രായത്തിലെ വലിയ നേട്ടം. 1 സെക്കൻഡ്, 1 മണിക്കൂർ, 1 മാസം നിനക്ക് കളയാനില്ല, വേസ്റ്റ് ആകത്തില്ല. ചെറിയ പ്രായത്തിലെ വലിയ നേട്ടം. അപ്പന് ചിന്തിക്കാൻ കഴിയാത്തത്, അമ്മ നേടിയിട്ടില്ലാത്തത്, ബന്ധുക്കൾക്ക് കഴിയാത്തത്, ചെറിയ പ്രായത്തിലെ വലിയ നേട്ടം. അപ്ഗ്രേഡ്, അപ്ഗ്രേഡ്. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. കരങ്ങളടിച്ച് വാഴ്ത്തുമേ എൻ്റെ പ്രിയരെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു
ഭയപ്പെടേണ്ടായ ദുരച്ചവരെ തിരുക്കരം നീട്ടിയെടുത്തണച്ചു. ഭയപ്പെടേണ്ടായ ദുരച്ചവരെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. അടവി കരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണമും. അടവി കരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനായേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനായേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം. ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം. ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ നന്ദിയോടെ ഞാൻ പാടിടുമേ. നിന്റെ ലൈഫ് വ്യത്യാസമാണ്, നിന്റെ ശുശ്രൂഷ വ്യത്യാസമാണ്, നീയുമായി ബന്ധപ്പെട്ട ഭൗതിക ആത്മീയ കാര്യങ്ങൾ മുഴുവൻ വ്യത്യാസമാണ്. കാരണം ദൈവം പറഞ്ഞു, ഹിയർ ഈസ് എ മാൻ അക്കോർഡിംഗ് ടു മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഈ തലമുറയിൽ പറവാൻ ഒരു സാക്ഷ്യമുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഈ തലമുറയിൽ പറവാൻ ഒരു സാക്ഷ്യമുണ്ട്. നീ തോറ്റിട്ടല്ല ജീവിക്കുന്നത്, നീ ജയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ നിന്റെ മുമ്പിൽ കൂടി വന്നിട്ട് പറയും, അവർ ചോദിക്കും, പറ എങ്ങനെയാ സക്സസ് ആയത്, എങ്ങനെയാ നേടിയത്, എങ്ങനെയാ ജയിച്ചത്, എങ്ങനെയാ നേടിയത്, എങ്ങനെയാ ജയിച്ചത്. ഇന്ന് ആഫ്റ്റർനൂൺ സെഷൻ ഞാൻ പറഞ്ഞതുപോലെ കഷണ്ടി തലയൻ തലമുടി എങ്ങനെ സംരക്ഷിക്കാം എന്ന തോറ്റ സുവിശേഷമല്ല നീ പറയുന്നത്. ഒരിക്കൽ കൂടെ കഷണ്ടി തലയൻ തലമുടി എങ്ങനെ സംരക്ഷിക്കാം എന്ന തോറ്റ സുവിശേഷമല്ല നീ പറയാൻ വേണ്ടി പോകുന്നത്. പകരം ജയിച്ച സുവിശേഷം. നിന്നെ നോക്കിയിട്ട് മറ്റുള്ളവർ പറയും, മറ്റുള്ളവർ ചോദിക്കും, മകളെ എങ്ങനെയാ ജയിച്ചേ, ആന്റിയ എങ്ങനെ ജയിച്ചേ, എങ്ങനെ ഈ സ്ഥാനത്ത് വന്നത്. ഹല്ലേലൂയ, നിനക്ക് പറവാൻ വേറൊരു സാക്ഷ്യമുണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സാക്ഷ്യം വ്യത്യാസമാണ്, നിന്റെ ശബ്ദം വ്യത്യാസമാണ്. വേൾഡ് കപ്പ് നടക്കുകയാണ്, വേൾഡ് കപ്പ്. സ്തോത്രം. മെസ്സിയോട്, റൊണാൾഡോയോട്, നെയ്മറോട് ചോദിച്ചാൽ അവർ പറയും സ്തോത്രം. ഗാലറിയിലിരുന്ന് ഡയറക്ഷൻ പറയുന്നവൻ്റെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട. ഗാലറിയിലിരുന്ന് ഉപദേശം പറയുന്നവൻ്റെ ഡയറക്ഷൻ ഞങ്ങൾക്ക് വേണ്ട. ഇറങ്ങി കളിച്ച് കളി ജയിച്ചവൻ വല്ലതും പറഞ്ഞാൽ ഞങ്ങൾക്ക് കേൾക്കാം.
ലൈഫിൽ തോറ്റ് കിടക്കുന്നവന്റെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട. 12-ാമത്തെ വയസ്സിൽ നീ എന്തോ നേടി പറ. 14-ാമത്തെ വയസ്സിൽ നീ എന്തോ ചെയ്തു പറ. 17-ാമത്തെ വയസ്സിൽ നിന്റെ ലൈഫിൽ എന്തോ ആയി, എന്തോ നേടി പറ. 30-ാമത്തെ വയസ്സിൽ നീ എസ്റ്റാബ്ലിഷ് ആയോ? എനിക്കതാണ് ഇന്ന് രാത്രി പറയാനുള്ള സുവിശേഷം. സുവിശേഷം തോറ്റതല്ല, സുവിശേഷം ജയിച്ചതാണ്. 30-ാമത്തെ വയസ്സായുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സകല പിള്ളേരും അവരുടെ ഡെസ്റ്റിനിയിൽ കയറിക്കൊള്ളണം. ഇല്ലാതെ ലൈഫിൽ ഒന്നും നേടാതെ തോറ്റവന്റെ ശബ്ദം ഞങ്ങൾക്ക് ആവശ്യമില്ല. സ്തോത്രം. സുവിശേഷ ശബ്ദം നേട്ടത്തിന്റെ ശബ്ദമാണ്. ജീവനും സമൃദ്ധിയായ ജീവനും. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട വർഷങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ പറ. തുള്ളനും വെട്ടിക്കഴിഞ്ഞും പച്ചപ്പുഴും വീട്ടിലും തിന്ന് നശിപ്പിച്ചതിന് കർത്താവേ 7 മടങ്ങ് നീ എനിക്ക് തിരികെ നൽകണമേ. സീസൺസ് പോയി, കാലങ്ങൾ പോയി, നീ എനിക്ക് തിരികെ നൽകണമേ. ഒരു സെക്കൻഡ് പോലും എനിക്ക് കളയാനില്ല. യെസ്, കരങ്ങൾ അടിച്ച് ക്രൈസ്തവർ ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്ക്. നിന്റെ ശബ്ദം വ്യത്യാസമാകട്ടെ, നിന്റെ സാക്ഷ്യം വ്യത്യാസമാകട്ടെ. ഈ ഇൻട്രഡക്ഷനോടെ ഇന്നത്തെ ദൂത് നമുക്ക് ആരംഭിക്കാം. ദൈവം അവനെ നോക്കി പറഞ്ഞതാണ്. സ്തോത്രം. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ടൈറ്റിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം. എന്തുകൊണ്ട് ദൈവം ദാവീദിനെ നോക്കി പറഞ്ഞു? സ്തോത്രം. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. നമ്പർ 1, ഹി വാസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തനായിരുന്നു. അവന് വിശ്വസ്തനായിരുന്നെങ്കിൽ അവൻ്റെ പുത്രൻ യേശു വിശ്വസ്തനായിരുന്നു. യേശു വിശ്വസ്തനായതുകൊണ്ട് 2-3 സാക്ഷികളാൽ ഏതൊരു കാര്യം ഉറപ്പാകുന്നോ ആ വിശ്വസ്തത നമ്മൾ തെളിയിച്ചേ പറ്റത്തുള്ളൂ. വിശ്വസ്തനായിരിക്കുക. എന്നാൽ വിശ്വസ്തത തെളിയുന്നത് പരസ്യത്തിലല്ല, വിശ്വസ്തത തെളിയുന്നത് രഹസ്യത്തിലാണ്. വിശ്വസ്തത തെളിയുന്നത് സ്തോത്രം അതെ പരസ്യത്തിലല്ല. വിശ്വസ്തത തെളിയുന്നത് സ്തോത്രം അതെ പരസ്യത്തിൽ അല്ല, രഹസ്യത്തിലാണ്. സ്തോത്രം. ഭർത്താവ് ഓഫീസിൽ പോവുകയാണ്, ആ സമയത്ത് വന്നാൽ മതി. അവിശ്വസ്തത. സ്തോത്രം. ഭാര്യ വീട്ടിലില്ലാത്തപ്പോൾ വിളിച്ചാൽ മതി. അവിശ്വസ്തത. മനുഷ്യനെ മറയ്ക്കാം, അഗ്നി ജ്വാലയ്ക്കത്ത കണ്ണോടുകൂടിയവനായ ദൈവത്തെ മറയ്ക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. രഹസ്യത്തിൽ നീ ഇരിക്കുമ്പോൾ ആരോട് സംസാരിക്കുന്നു? രഹസ്യത്തിൽ ആരെ നിന്നെ വിസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആരെ നീ വിസിറ്റ് ചെയ്യുന്നു? സ്തോത്രം. രഹസ്യത്തിൽ വെളിപ്പെടുന്നതാണ് വിശ്വസ്തത. അവൻ്റെ വിശ്വസ്തത വെളിപ്പെട്ടത് രഹസ്യത്തിലാണ്. അപ്പൻ്റെ ആട് എനിക്കറിയത്തില്ല 153 ആടാണോ, 165 ആണോ, 12 ആണോ, 70 ആണോ, ഐ ഡോണ്ട് നോ. എത്ര ആട്? 120 ആണോ? എനിക്കറിയത്തില്ല. ഒരു കരടി വന്ന് പിടിച്ചു, സാരമല്ല, പപ്പ കാണത്തില്ല, പപ്പയ്ക്ക് എണ്ണ അറിയത്തില്ല. മാത്രമല്ല പപ്പയ്ക്ക് കാഴ്ച ഈ അടുത്ത കാലത്ത് പപ്പയ്ക്ക് സ്തോത്രം ഒത്തിരി കുറവാണ്. കാരണം കുറേ മക്കളില്ലേ പപ്പയ്ക്ക്. ഞാൻ ഇളയവനല്ലേ. സ്തോത്രം. പപ്പ കുറച്ച് സീനിയർ അല്ലേ. പപ്പയ്ക്ക് എണ്ണാനും കാഴ്ചയൊന്നും അറിയത്തില്ല. സാരമില്ല. അതുകൊണ്ട് ഒരെണ്ണത്തിനെ കരടി തിന്നിട്ട്, അല്ലെങ്കിൽ ഒന്നിനെ സിംഹം കൊണ്ടുപോട്ടെ, നോ പ്രോബ്ലം. സ്തോത്രം. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല. അവൻ കോംപ്രമൈസ് ചെയ്തില്ല. അവൻ പറഞ്ഞ എൻ്റെതൊന്നും ശത്രു തൊടാൻ പാടില്ല. കമാൺ. എല്ലാ പാരൻസും, എല്ലാ ദൈവമക്കളും, എൻ്റെതൊന്നും ദുഷ്ടൻ്റെതല്ല, എൻ്റെതൊന്നും ഡ്രഗ്സിനല്ല, എൻ്റെതൊന്നും ആൽക്കഹോളിനല്ല, എൻ്റെതൊന്നും സൈക്കോളജിക്കൽ ഹോസ്പിറ്റലിനുള്ളതല്ല, എൻ്റെതൊന്നും കൗൺസിലിങ്ങിന് കൊണ്ടുപോയേണ്ട ഗതികേട് എനിക്കല്ല. എൻ്റെതൊന്നും സ്തോത്രം അതേ ദുഷ്ടനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ സകലതിനു ചുറ്റും ഞാൻ തീമതിൽ പ്രാർത്ഥിച്ചു കെട്ടുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷ നിൽക്കുന്നവരെല്ലാവരും തീരുമാനിക്കണം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, എൻ്റെ യൂത്ത് ഗ്രൂപ്പ്, എൻ്റെ വിമൻസ് ഫെലോഷിപ്പ്, എൻ്റെ മെൻസ് ഫെലോഷിപ്പ്, വാട്ട് എവർ, ഇൻ ജീസസ് നെയിം അതിന് ചുറ്റും ഒരു വേലി ഇന്ന് രാത്രി ഞാൻ ഇടുകയാണ്. ഒരു കരടിക്ക് ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഒരു സിംഹത്തിന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ ഇടിവിൽ നിൽക്കുകയാണ്. ഒന്നും തണുത്ത് പോകത്തില്ല, ഒന്നും പിന്മാറ്റത്തിൽ പോകത്തില്ല, ഒന്നും ലോകത്തിൽ പോകത്തില്ല, ഒന്നും പാരമ്പര്യത്തിൽ പോകത്തില്ല, ഒന്നും അടുത്ത പള്ളികളിലേക്ക് ചെതറിപ്പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിക്കട്ടെ. ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഉള്ളത് പോകുമെന്നല്ല, ഇല്ലാത്തത് ചേരുമെന്നതാണ് വിശ്വസ്തത. ഹല്ലേലൂയ.
വിശ്വാസം, നീ വിശ്വസതയാണ് പ്രതികൂലത്തിലും പിടിച്ചു നിൽക്കുക. ഒന്നും അനുകൂലമല്ല. ആരും നിനക്ക് റെഡ് കാർപ്പറ്റ് ഇട്ട് കയറത്തില്ല. ആരും റെഡ് കാർപ്പറ്റ് ഇടുന്നതല്ല സുവിശേഷ വേല. റെഡ് കാർപ്പറ്റ് ഇടുന്നതല്ല സുവിശേഷ വേല. വെഞ്ചാമരം കൊണ്ട് ആരും നിന്റെ ചുറ്റും നിന്ന് വീശത്തില്ല. നിന്റെ പ്രാണൻ ചൂടാകും. മരുഭൂമിയുടെ അവസ്ഥ നിനക്കുണ്ട്. നിന്റെ പ്രാണൻ ചൂടാകും. ആ പ്രാണൻ ചൂടാകുമ്പോൾ ദേശം മുഴുവൻ അകന്നു നിൽക്കുമ്പോൾ ഒരു യോനാഥാൻ വന്നെങ്കിൽ ഭാഗ്യം. ഒരു യോനാഥാൻ വന്നെങ്കിൽ ഭാഗ്യം. ഒരു യോനാഥാൻ വന്നിട്ട് നിന്നോട് പറയും, പ്രാണൻ ചൂടായിരിക്കുമ്പോൾ, ജീവിതം തട്ടിപ്പോകുമെന്ന് പറയുമ്പോൾ, ഞാനും മരണവുമായി ഒരടി അകലം എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നു 1 ശമൂവേൽ 20:3, ഞാനും മരണവുമായി ഒരടി അകലം എന്ന് പറയുമ്പോൾ ഒരു യോനാഥാൻ വന്നിട്ട് പറയും, സാരമില്ല, ഈ സീസൺ തീരും. സാരമില്ല, ഈ സീസൺ തീരും. സാരമില്ല, ഈ ഡിപ്രഷൻ തീരും. ഈ പെയിൻ തീരും. ഈ മരുഭൂമിയിൽ നിന്ന് പുറത്തു വരും. ഈ മരുഭൂമിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അടുത്ത നിനക്കൊരു പ്രൊമോഷൻ ഉണ്ട്. ആ പ്രൊമോഷൻ നിനക്ക് കൊട്ടാരത്തിലാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഭാരപ്പെടല്ലേ, പിടിച്ചെന്നില്ല. ഇത്രയും കാലം ഒപ്പച്ച നടത്തിയില്ലേ, ഇത്രയും കാലം കർത്താവ് കൊണ്ടുവന്നില്ലേ, ഇത്രയും കർത്താവ് അണഞ്ഞു പോകാതെ സൂക്ഷിച്ചില്ലേ, ഇത്രയും ദൈവം ചെമ്മയോടെ മനോഹരമായി ദൈവം നിന്നെ പരിപാലിച്ചില്ലേ, ഇത്രയും നടത്തിയ ദൈവം ഇനി മേലാലമുണ്ട്. ഈ സീസൺ അവസാനിക്കും. പ്രാണൻ തണുക്കട്ടെ, പ്രാണൻ തണുക്കട്ടെ. യെസ്. മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും വിട്ടുപോകട്ടെ. എല്ലാ ആധികൾ മാറിപ്പോകട്ടെ. വ്യാധികളെ കൊണ്ടുവരുന്ന പിശാചുകൾ ഇട്ട സകല ആധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആധികൾ മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആധികൾ മാറിപ്പോകട്ടെ. ആദികൾ മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആദികൾ മാറിപ്പോകട്ടെ. ബ്രെയിൻ ഹെമറേജസിനെ ക്യാൻസൽ ചെയ്യുന്നു. BP വർദ്ധിപ്പിച്ച് അതേ തലച്ചോറിന്റെ ഞരമ്പുകളെ പൊട്ടിക്കുന്ന ബ്രെയിൻ ഹെമറേജസിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ. കമോൺ, കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. മനസ്സിന് ആദിയിട്ട് ശരീരത്തിൽ വ്യാധിയിടുന്ന ബലഹീനതകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു. അവന് ദൈവം കൊടുത്തതായ ആടുകളെ എണ്ണത്തിൽ അവന് വിശ്വസ്തനായിരുന്നു. സകല പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും വെല്ലുവിളിയിലും അവൻ വിശ്വസ്തനായിരുന്നു. നീ വിശ്വസ്തത തെളിയിക്കുന്നത് അനുകൂലമായിരിക്കുമ്പോഴല്ല, വിശ്വസ്തത തെളിയിക്കുന്ന വെല്ലുവിളി വരുമ്പോഴാണ്. ആ വെല്ലുവിളികൾ നീ എങ്ങനെയായിരുന്നു? അങ്ങനെ ആ വെല്ലുവിളി എന്തിനാ ദൈവം അനുവദിച്ചത്? ആ വെല്ലുവിളി എന്താ അനുവദിച്ചത്? അത് നിന്നെ സ്ട്രെങ്തൻ ചെയ്യാനാണ്, നിന്നെ ബലപ്പെടുത്താനാണ്. ഏറ്റവും നല്ല കപ്പിത്താന്മാരെ കാണുന്നത് എവിടെയെന്നറിയോ? ഏറ്റവും നല്ല കപ്പിത്താന്മാർ പസഫിക് ഓഷനിലല്ല. പസഫിക് ഓഷൻ ശാന്ത സമുദ്രത്തിലല്ല, സമുദ്രത്തിലല്ല, പസഫിക് ഓഷനിൽ ശാന്തമായി കിടക്കുന്ന പസഫിക് ഓഷനിലല്ല. ഏറ്റവും നല്ല കപ്പിത്താന്മാർ, ഏറ്റവും കൂടുതൽ തിരമാലയും ഏറ്റവും കൂടുതൽ കൊടുങ്കാറ്റും വീശുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഏറ്റവും നല്ല കപ്പിത്താന്മാരുള്ളത്. ഏറ്റവും ശക്തന്മാരായ ദൈവദാസന്മാർ, ഏറ്റവും ശക്തന്മാരായ അഭിഷിക്തന്മാർ ദൈവകൃപയിൽ പുറപ്പെടുന്നത് ലൈഫിന്റെ വെല്ലുവിളികളിൽ നിന്നാണ്. വെല്ലുവിളികൾ വരുന്നത് നിന്നെ സ്ട്രെങ്തൻ ചെയ്യാനാണ്, നിന്നെ അപ്ഗ്രേഡ് ചെയ്യാനാണ്. ജീസസ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനം ഒരു ചെറിയ കാര്യം പോലും ജീവിതത്തിൽ ചെയ്താലും വീട്ടിൽ ചെയ്താലും പ്രത്യേകിച്ചും പിള്ളേരുടെ കാര്യത്തിൽ ചെയ്താലും ശുശ്രൂഷ ചെയ്താലും ദൈവത്തിൽ നിന്ന് ആലോചന ചോദിച്ചു ചെയ്യണം. തീരുമാനിക്കണം. സ്നാനപ്പെടാൻ തീരുമാനിച്ചതുപോലെ തീരുമാനിക്കണം. ദൈവത്തിൻ്റെ ആലോചനയില്ലാത്ത ഒന്നിലേക്ക് എൻ്റെ കയ്യും കാലും ഞാൻ നീട്ടത്തില്ല. Obedient to the word of God. എന്താ മിണ്ടാതിരിക്കുന്നത്? Obedient to the word of God. ദൈവവചനത്തെ അവൻ അനുസരിച്ചു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ഇതിൻ്റെ പ്രസംഗം കേൾക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് കേട്ട് അനുസരിക്കും.
ദാവീദ് ചെറുതും വലുതുമായിട്ടുള്ള സകല കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചന കേട്ടു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ദാവീദ് ചെറുതും വലുതുമായ സകല കാര്യങ്ങളിൽ ആലോചന കേട്ടു. അങ്ങളെ അതിനർത്ഥം സ്തോത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള സകല പ്രവാചകന്മാരുടെ നമ്പർ എൻ്റെ ഫോണിൽ എമർജൻസി ലിസ്റ്റിൽ ഫീഡ് ചെയ്യണോ എന്നാണോ അങ്കിൾ പറയുന്നത്? നോ. പ്രവാചകന്റെ പിന്നാലെ പോയ പ്രവാചകന്റെ ദൂത് കിട്ടും, ദൈവത്തിന്റെ പിന്നാലെ പോയ ദൈവത്തിന്റെ ദൂത് കിട്ടും. ഹല്ലേലൂയ. പ്രവചന ശുശ്രൂഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വേണം. 20% ദൈവസഭയെ നയിക്കുന്നത് പ്രവചന ശുശ്രൂഷയാണ്. ഞാൻ ഓർഡറിൽ പറയാം: 20% അപ്പോസ്റ്റൽ, 20% പ്രോഫറ്റ്, 20% ഇവാഞ്ചലിസ്റ്റ്, 20% ഇടയൻ, 20% ടീച്ചർ അല്ലെങ്കിൽ ഉപദേഷ്ടാവ്. ഇത് 5 ശുശ്രൂഷ ഒരുമിച്ച് ചേരുമ്പോഴാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് അതിൻ്റെ സമീകൃതമായി ദൈവകൃപയാൽ വളരുന്നത്. ഈ 5 ശുശ്രൂഷകളുമുണ്ട്. there is no doubt about it. പക്ഷേ പഴയ നിയമത്തിൽ പ്രവാചകന്റെ അടുത്തേക്ക് പോയി ആലോചന പ്രാപിച്ചു. പക്ഷെ പുതിയ നിയമത്തിൽ പ്രവാചകൻ വന്ന് ആലോചന പറഞ്ഞു. Come on, come on, come on, come on. അതാണ് ബിബ്ലിക്കൽ പാറ്റേൺ. പഴയ നിയമത്തിൽ പ്രവാചകന്റെ അടുക്കലേക്ക് പോയി ആലോചന കേട്ടു. പ്രവാചകന്റെ അടുത്ത് പോയി, വാ പ്രവചിക്ക്, ശമൂവേലെ പ്രവചിക്ക്, നാഥാനെ പ്രവചിക്കുക, അല്ലെങ്കിൽ മോശയെ പ്രവചിക്കുക, കാരണം അവന് മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 14 പൗലോസ് പറയുന്നത്, നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം. പ്രവചിക്കുന്നവൻ പ്രവചിക്കട്ടെ, പ്രവചിക്കുന്നവൻ പ്രവചിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ പറഞ്ഞോളാം: പ്രവചിക്കുന്നവൻ അങ്ങനെ അവൻ മാത്രം പ്രവചിക്കണ്ട, അവനോട് തിരിച്ചു പ്രവചിക്കുക. മോനെ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞേ. ആമേൻ പറയാം. ഏറ്റെടുക്ക്. യേശുവിന്റെ നാമത്തിൽ നീയും പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ ഉണ്ടെന്ന് ഇന്ത്യ അറിയട്ടെ. യെസ്, പ്രവചനത്തിൻ്റെ ഭാഷകൾ ഉയരട്ടെ, പ്രവചനത്തിൻ്റെ ഭാഷകൾ ഉയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവർ ഞങ്ങളോട് പ്രവചിച്ചു, നല്ല കാര്യം കർത്താവേ, മറ്റുള്ളവർ ഞങ്ങളോട് പ്രവചിച്ചു. എന്നാൽ ആയിരങ്ങളോട് ലക്ഷങ്ങളോട് ഞങ്ങൾ തിരിച്ചു പ്രവചിക്കട്ടെ, ലക്ഷങ്ങളോട് ഞങ്ങൾ പ്രവചിക്കട്ടെ. ചെറുതോണി ഡാം തുറക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് പോലെ, ഡാം തുറക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് പോലെ, വാ തുറക്കുമ്പോൾ ദൂതുകൾ 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 ദൂതുകൾ, വെളിപ്പാടുകൾ, അരുളപ്പാടുകൾ. അടിയാലമനാ പ്രഭജാതിഗദാലകനേരകജേതിഗദേരിഗരേ സാബുലമം സംബേരകരകനം ജീനകരം ദംബാരകജഗദേ അസ്തുലമാനം പ്രഭജേതകദാനികനാരകജാതിഗദ്ധനാരി അതുത്തുലോരോ പുരജ്ജനാദം ഫലംബരാജം ഫലംഗരാജേ ദീപുലപക്ഷം ബാലകരകജം ധേരകലകനം ധേരകലകന. അസ്ഥിത്താർവരയിൽ പ്രവചിക്കട്ടെ, വീടുകളിൽ പ്രവചിക്കട്ടെ, ദേശങ്ങളിൽ പ്രവചിക്കട്ടെ, അതേ സെമിനാരികളിൽ പ്രവചിക്കട്ടെ, സഭകളിൽ പ്രവചിക്കട്ടെ, ചന്തസ്ഥലത്ത് പ്രവചിക്കട്ടെ. ഹല്ലേലൂയ. പ്രവചനത്തിന്റെ ആത്മാവ് ഒരു പുതപ്പുന്നത് പോലെ അതേ ക്രിസ്തുവിന്റെ സാക്ഷ്യമായി വെളിപ്പെടട്ടെ. എനിക്ക് നേരമില്ല, സമയമില്ല, പെട്ടെന്ന് പറയട്ടെ. ഒരു യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അവൻ ദൈവത്തോട് ആലോചന ചോദിക്കും. ഒരു ക്രൈസിസ് നടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ദാവീദ് ആലോചന ചോദിക്കും. ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവൻ സ്തോത്രം ആലോചന ചോദിക്കും. ദേവാലയം പണിയാൻ വേണ്ടി പോകുമ്പോൾ അവൻ ആലോചന ചോദിക്കും. പട്ടണത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവൻ ആലോചന ചോദിച്ചു. സ്തോത്രം ഇങ്ങനെ എല്ലാ കാര്യത്തിലും, നല്ല കാര്യവും പൊല്ലാത്ത കാര്യവും, നല്ല സമയവും സ്തോത്രം അതെ പൊല്ലാത്ത സമയം, എല്ലാ സമയത്തും ദാവീദ് ആലോചന ചോദിച്ചു. എഴുതിയെടുക്കുന്നവർ പെട്ടെന്ന് എഴുതിയെടുക്കുക. 1 ശമൂവേൽ 23 1 മുതൽ 3 വരെ. 1 ശമൂവേൽ 23 1 മുതൽ 3 വരെ. 1 ശമൂവേൽ 23 4 5. പെട്ടെന്ന് 1 ശമൂവേൽ 23 4 5. 1 ശമൂവേൽ 23 10 വാക്യം 11 വാക്യം 10 11. 1 ശമൂവേൽ 23 അതെ സ്തോത്രം 12 14. സ്തോത്രം അതെ. 2 ശമൂവേൽ 5 17 മുതൽ 21 വരെ. 2 ശമൂവേൽ 5 17 മുതൽ 21 വരെ. 2 ശമൂവേൽ 5 തന്നെ 22 മുതൽ 25 വരെ. 2 ശമൂവേൽ സ്തോത്രം അത് 21 1. 2 ശമൂവേൽ 21 1. നൂറുകണക്കിന് റെഫറൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദാവീദ് യഹോവയുടെ ആലോചന ചോദിച്ചു. ദാവീദ് യഹോവയുടെ ആലോചന ചോദിച്ചു. ദാവീദ് യഹോവയുടെ ആലോചന ചോദിച്ചു. ശ്രദ്ധിക്ക്. പുതിയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോം ഞാൻ വേറൊരു റെവലേഷൻ കൂടെ പറയട്ടെ. ദാവീദ് ആലോചന ചോദിച്ചത് ഞാൻ എന്തോ ചെയ്യണമെന്നാണ്.
ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എന്തോ ചെയ്യണം? ദൈവത്തിൻ്റെ ആലോചനയ്ക്കാണ് അവൻ കാലുകൾ മുന്നിലേക്ക് വെച്ചത്. ദൈവത്തിൻ്റെ ആലോചനയാണ് അവൻ കൈ ചലിപ്പിച്ചത്. അതുകൊണ്ടാണ് അവൻ ചെന്നെടുത്തൊക്കെയും ദൈവം അവന് ജയം നൽകി. അവൻ ചെന്നെടുത്തൊക്കെയും ദൈവം അവന് ജയം നൽകി. ഒരിടത്ത് പോലും അവൻ്റെ കൈ പൊള്ളിയില്ല. കമോൺ, യേശുവിൻ്റെ നാമത്തിൽ ഒരിടത്ത് പോലും നീ തോൽക്കത്തില്ല. എല്ലായിടത്തും എവിടെ നീ പോയാലും നിനക്ക് ജയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്തോത്രം വരമാണ് പ്രവചനം. ഞാൻ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. സ്തോത്രം ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വരമാണ് പ്രവചന വരം. സ്തോത്രം, അതെ, സ്വന്തം കാര്യം എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് തീരുമാനിക്കണം, ഇതാണ് ദാവീദ് ചോദിച്ചത്. പലപ്പോഴും സ്തോത്രം സഭയ്ക്ക് പറ്റുന്നത് ഏറ്റവും വലിയ കുഴപ്പം, ദൈവദാസന്മാർക്ക് പറ്റുന്നത് അവനെന്തോ പറ്റും. എനിക്ക് പറഞ്ഞ അവനെന്തോ പറ്റും. സ്തോത്രം, ഞാൻ എന്നെക്കുറിച്ച് പറയാം. സ്തോത്രം, നിങ്ങളടുത്ത് ആരെങ്കിലും പറയുകയാണ് ന്യൂ രാജസ്ഥാൻ മാർബിളിൻ്റെ മറ്റേ ജപ്പാൻകാരനില്ലയോ, ന്യൂ രാജസ്ഥാൻ മാർബിളിൻ്റെ ജപ്പാൻകാരൻ, അവൻ്റെ ഒരു കറുത്ത പതിപ്പൊന്ന് ആലോചിച്ച് ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. സുരേഷിൻ്റെ കൂടെ ന്യൂ രാജസ്ഥാൻ മാർബിളിൻ്റെ മറ്റേ കറുത്ത പുള്ളിയെപ്പോലെ ഒരാൾ ഇങ്ങനെ കൂടെ നിൽക്കുന്നു. ഓ തന്നെ. പക്ഷെ വചനത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ദൈവം നുണ പറയുന്നവനല്ല. പരിശുദ്ധാത്മാവ് നുണ പറയത്തില്ല. പരിശുദ്ധാത്മാവ് പരകാര്യം നിനക്ക് പറഞ്ഞു തരത്തില്ല. പരിശുദ്ധാത്മാവ് മറ്റൊരുത്തനെ കുറിച്ച് പറയത്തില്ല. ഞാൻ ദൈവത്തോട് എത്ര പറഞ്ഞാലും, ഞാൻ ജോയലിനെ കുറിച്ച് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സ്തോത്രം ജോയലിൻ്റെ അപ്പൻ അലക്സ് പാസ്റ്ററെ കുറിച്ച് ചോദിക്കുകയാണ്, ഹാർവസ്റ്റ് ചർച്ചിനെ കുറിച്ച് എനിക്ക് വെളിപ്പെടുത്താം. കർത്താവ് പറഞ്ഞു, പോയി നിൻ്റെ പണി നോക്ക്, നിൻ്റെ കാര്യം നോക്ക്, നിൻ്റെ കാര്യം നോക്ക്. കാരണം സ്തോത്രം, എൻ്റെ അപ്പൻ നുണ പറയാത്തവനാണ്. അതങ്ങളെ ഏത് വാക്യത്തിലാണ് അത് കിടക്കുന്നത്? യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 21-22 വാക്യം. ഒരു എക്സാമ്പിൾ, യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 21-22 വാക്യത്തിൽ തിരുവചനത്തിൽ പറയുന്നു, യോഹന്നാൻ മരിക്കത്തില്ലെന്ന് ശിഷ്യന്മാരുടെ നടുവിൽ ഒരു ശ്രുതി ഉണ്ടായി. യോഹന്നാൻ മരിക്കത്തില്ല എന്ന് ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു ശ്രുതി ഉണ്ടായി. അപ്പോൾ 21-ാം വാക്യം മോനെ, അവനെ കണ്ടിട്ട് പത്രോസ് കർത്താവിനോട് യവൻ എന്ത് ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. 22-ാം വാക്യം, യേശു അവനോട്, ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? വല്ലവന് എന്തേലും സംഭവിക്കുന്നതിന് നിനക്കെന്ത്? എന്നെ അനുഗമിക്കുക. വല്ലവൻ്റെ കാര്യത്തിൽ എത്തി നോക്കാൻ ദൈവം വിളിച്ചിട്ട് ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. വല്ലവൻ്റെ കാര്യം കർത്താവ് നിനക്ക് അവൻ നുണ പറയത്തില്ല. പരകാര്യം ദൈവം നിനക്ക് പറഞ്ഞു തരത്തില്ല. ഇല്ല, ഞാൻ കുറച്ചുകൂടെ ഒന്ന് ധ്യാനിക്കട്ടെ. ഞാൻ കുറച്ചുകൂടെ ധ്യാനിക്കുമ്പോൾ ആ പുള്ളി ഇവിടെ നിൽക്കത്തില്ല, പുള്ളി നിൽക്കുന്നതായിട്ട് കാണുന്നില്ല, പുള്ളി ഇവിടെ നിന്ന് പോവും കേട്ടോ എന്ന് എൻ്റെ മുമ്പിൽ വല്ലവൻ്റെ ഒരുത്തൻ പറയുന്നെങ്കിൽ ഞാൻ പറയും, ഡോ ഡോ കണ്ണുറക്കണം, കടക്ക് പുറത്ത്. മനസ്സിലായോ? പഴയ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ. ബാക്കി എന്തോ പുള്ളി പറഞ്ഞു എനിക്കറിയത്തില്ല, അതിന് മുമ്പ് പറഞ്ഞത് പറയത്തില്ല, അതിന് ശേഷം പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ ഈ വേർഡിലില്ലാത്ത ഒന്ന് നമുക്ക് വേണ്ട പൊന്നു. ഈ വേർഡിലുള്ളത് മാത്രം മതി. അവൻ ചെന്നെടുത്തൊക്കെ അവൻ ജയിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ചെന്നെടുത്തൊക്കെ നിനക്ക് ജയമുണ്ട്. എവിടെയെങ്കിലും കാൽ വെച്ചെങ്കിൽ ജയിച്ചിട്ടേ വരാവൂ. മുറിവേറ്റ് വരല്, തലകുനിഞ്ഞ് വരല്, ജയിച്ചിട്ടേ വരാം. എക്സാമിൽ ജയമുണ്ട്, ആ ഇന്റർവ്യൂവിൽ ജയമുണ്ട്, ആ ശുശ്രൂഷയിൽ ജയമുണ്ട്. കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. കേട്ടില്ല 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 കേട്ടില്ല. വചനം 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 വചനം. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ അവൻ വചനം കേട്ടെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, തോമസ് അബ്രഹാം സാറേ, അവൻ വചനം കേട്ടു, അനുസരിച്ചു. അടുത്തിരിക്കുന്നവർ ഹൈഫൈ കൊടുത്ത് പറ, അനുസരണം. എല്ലാ കേടും, കമോൺ, ഒരിക്കൽ കൂടെ എല്ലാവരും അടിച്ചു നിർത്തട്ടെ. നോക്ക്, എല്ലാ കേടിന്റെയും ഉറവിടം അനുസരണക്കേടാണ്. എല്ലാ കേടിന്റെയും ഉറവിടം അനുസരണക്കേടാണ്. എല്ലാ കേടിന്റെയും ഉറവിടം അനുസരണക്കേടാണ്. നിർത്ത്. ദൈവവചനം, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് മാൻ അക്കോർഡിംഗ് ടു മൈ ഓൺ ഹാർട്ട്. നമ്പർ 3, മൂന്നാമത് അവന് സ്വന്തം ബലത്തിൽ ആശ്രയിച്ചില്ല. അവനൊരിക്കലും സ്വന്തം എക്സ്പീരിയൻസിൽ ആശ്രയിച്ചില്ല. നമുക്ക് പ്രസംഗിക്കാൻ കഴിയും, നമുക്ക് ശുശ്രൂഷ നടത്താൻ കഴിയും, നമുക്ക് പലത് ചെയ്യാൻ കഴിയും. സ്തോത്രം. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ പറയല്ലേ, എപ്പം ഞാൻ എന്ന് പറയാം, അപ്പം മുതൽ നിന്റെ വീഴ്ച ആരംഭിച്ചു. അന്ന് മുതൽ, അപ്പം മുതൽ നിന്റെ വീഴ്ച ആരംഭിച്ചു. ഉടനെ കൃപയിൽ മറഞ്ഞോളാം.
കൃപയിൽ മറിഞ്ഞാണ്. അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുക്കുക. ജീവിതത്തിൽ തോൽക്കാൻ മനസ്സില്ലാത്തവർ എഴുതിയെടുക്കുക. ക്രൂശിൻ്റെ നിഴലിൽ, മഹത്വത്തിൻ്റെ തണലിൽ. ഹല്ലേലൂയ. ക്രൂശിൻ്റെ നിഴലിൽ, മഹത്വത്തിൻ്റെ തണലിൽ. ക്രൂശിൻ്റെ നിഴലിൽ, മഹത്വത്തിൻ്റെ തണലിൽ. ക്യാപിറ്റൽ ലെറ്ററിൽ ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, ക്രൂശിൻ്റെ നിഴലിൽ, മഹത്വത്തിൻ്റെ തണൽ. വായു തുറന്ന് പറഞ്ഞ്, ക്രൂശിൻ്റെ നിഴലിൽ, മഹത്വത്തിൻ്റെ തണലിൽ. ക്രൂശിൻ്റെ നിഴലിൽ, മഹത്വത്തിൻ്റെ തണലിൽ. അർത്ഥം, ശത്രു നിന്നെ കാണല്, ജാതികൾ നിന്നെ കാണല്. നിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ക്രൂശ് കാണുന്നു, ദൈവത്തിൻ്റെ മഹത്വം കാണുന്നു. ക്രൂശ് കാണണം, കർത്താവിൻ്റെ മഹത്വം കാണണം. ഇൻ ജീസസിനെ ഈ മഹത്വം എന്ന് പറയുന്നത് 10,000 സൂര്യനേക്കാൾ ശോഭയുള്ളതാണ്. 10,000 സൂര്യനേക്കാൾ ശോഭയുള്ളതാണ്. സോ ശത്രു നിന്നെ നോക്കുമ്പോൾ, അയ്യോ അവനെ കണ്ടില്ലല്ലോ, അവളെ കണ്ടില്ലല്ലോ, എൻ്റെ കണ്ണ് മഞ്ഞളിക്കുന്നല്ലോ. യെസ് പിശാചേ, അതാ ഞങ്ങളുടെ രഹസ്യം. ഞങ്ങളുടെ മഹത്വത്തിൽ മറഞ്ഞിരിക്കട്ടെ, ക്രൂശിന്റെ നിഴലിലായിരിക്കട്ടെ. ഹല്ലേലൂയ. അവൻ ആശ്രയിച്ചത് ഒരിക്കലും സ്വന്തം സ്തോത്രം, അതേ ബലത്തിലല്ല. ഉദാഹരണം 18-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവയാണ് എൻ്റെ ബലം, എൻ്റെ കോട്ട, എൻ്റെ ശൈലം. എൻ്റെ കോട്ട, എൻ്റെ ശൈല്യം, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറ. നിങ്ങൾക്കറിയാം, അവൻ ഒരിക്കലും സ്തോത്രം സ്വന്തം അതേ ബലത്തിൽ ആശ്രയിച്ചില്ല. യഹോവ എൻ്റെ ശൈലം, എൻ്റെ കോട്ട, എൻ്റെ രക്ഷകൻ, എൻ്റെ ദൈവം, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ, എൻ്റെ പരിച, എൻ്റെ രക്ഷയായ കൊമ്പും, എൻ്റെ ഗോപുരം. ഓ കമാൻ. എൻ ശൈലവും എൻ കോട്ടയും എൻ രക്ഷിതാവും നീയത്രേ. ബാക്കി അറിയത്തില്ല. ഞാൻ ആശ്രയിച്ചിടും പാറയും പരിചയും കൊമ്പും ഗോപുരവും യാഹേ നീയേ. എൻ രക്ഷയാൻ പരിചയും യാഹേ നീയേ. ഒരു ബ്യൂട്ടിഫുൾ സഹോദരൻ ന്യൂയോർക്കിലുണ്ട്, ബാബു എബനീസർ, അല്ലെങ്കിൽ ബാബു വർഗീസ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും സ്തോത്രം അതേ പല ഗാനങ്ങൾ എഴുതി. അതിലൊന്നാണ് ക്രിസ്തുവിൻ സേനവീരരേ ഉയർത്തിടുവിൻ കോടിയേ. സോ അങ്ങനെയുള്ള പല ഗാനങ്ങൾ. അതിലൊന്നാണ് മോനെ 18:2 സങ്കീർത്തനം 18:2 ദാവീദ് ആശ്രയിച്ചത് സ്വന്തം ജീവിതത്തിലല്ല ആശ്രയിച്ച. ആ സഹോദരന്മാർക്കായി ബാബു ബെനീസൻ തൻ്റെ സഹോദരനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തതാണ്. യെസ്, ദൈവം അനുഗ്രഹിക്കട്ടെ, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കട്ടെ, അവർക്ക് ബലം നൽകട്ടെ, അവർക്ക് ആരോഗ്യം നൽകട്ടെ, അവർക്ക് ദീർഘായുസ് നൽകട്ടെ. അങ്ങനെയുള്ള ദൈവദാസന്മാർക്കായി കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ. ഞാൻ നിർത്തി 2 മിനിറ്റ്. യഹോവ എൻ്റെ ശൈലം, എൻ്റെ കോട്ട, എൻ്റെ രക്ഷകൻ, എൻ്റെ ദൈവം, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ, എൻ്റെ പരിച, എൻ്റെ രക്ഷയായ കൊമ്പ്, എൻ്റെ ഗോപുരം. ഞാനെന്ന് പറയുന്നത് ഒന്നും ഞാനല്ല. ഈ ഞാനല്ല, ഞാനല്ല, എൻ്റെ കർത്താവാണ്. അല്ല, എൻ്റെ കർത്താവാണ്. അല്ല. ഹല്ലേലൂയ. അവൻ ഒരിക്കൽ പോലും തന്നിൽ ആശ്രയിച്ചില്ല. അതാണ് സ്തോത്രം. ദൈവം പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അതിനർത്ഥം അവൻ ലയിച്ചങ്ങ് ഇല്ലാതെയായി. ഒരു ഉപ്പ് പരലായിരിക്കാം ദാവീദ്, ഒരു ഉപ്പ് പരല് ദൈവ സ്നേഹത്തിൽ അങ്ങ് ലയിച്ച് അവൻ ഡിസപ്പിയർ ആയപ്പോൾ ഉപ്പ് പരലാകുന്ന ദാവീദ്, ഉപ്പ് കല്ലാകുന്ന ദാവീദ് ദൈവ സ്നേഹത്തിൽ ലയിച്ച് സ്തുതിച്ച് ആരാധിച്ച് ദൈവ സ്നേഹത്തിൽ ലയിച്ച് അവൻ ഇല്ലാതായപ്പോ കർത്താവ് അവനിലൂടെ അങ്ങ് വെളിപ്പെടുവാൻ തുടങ്ങി. 3000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് അവനിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങി. എൻ്റെ ആബ്സെൻസ് ആണ് അവൻ്റെ പ്രസൻസ്. എൻ്റെ ആബ്സെൻസ് ആണ് അവൻ്റെ പ്രസൻസ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഞാൻ ചുമക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ ആബ്സെൻസ് ആണ് അവൻ്റെ പ്രസൻസ്. 2 കാര്യം കൂടെ. ഹല്ലേലൂയ. 4-മതായി എനിക്ക് പറയാനുള്ളത് ഹിസ് റിപ്പൻറ്റൻസ് ആൻഡ് ഹ്യൂമിലിറ്റി. അവൻ്റെ സ്തോത്രം മാനസാന്തരവും താഴ്മയും. അവൻ്റെ മാനസാന്തരവും താഴ്മയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദാവീദ് ബേർശേബ വിഷയം ദാവീദിന് ഇല്ലായിരുന്നെങ്കിൽ ഹീസ് ഈക്വൽ ടു ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന് തത്തുല്യമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ദാവീദ്. കാരണം ചിരിക്കുമ്പോൾ ചിരിക്കുന്നു, കരയുമ്പോൾ കരയുന്നു, നൃത്തം ചെയ്യുമ്പോൾ നൃത്തം ചെയ്യുന്നു. സെയിം ആസ് ജീസസ്. ഒരു വശത്ത് ഫ്രൂട്ട്, മറുവശത്ത് ഗിഫ്റ്റ്. ഒരു വശത്ത് ശുശ്രൂഷ, മറുവശത്ത് സ്വഭാവം. സ്തോത്രം. യേശു കർത്താവിന് തത്തുല്യമായി നിന്നതായി മനുഷ്യനായിരുന്നു ദാവീദ്. പക്ഷെ നാഥാൻ പ്രവാചകൻ വരുമ്പോൾ ദൈവം ആഗ്രഹിച്ച കാര്യം ഇതായിരുന്നു, യവൻ മാനസാന്തരപ്പെടണം.
സ്തോത്രം. ആ മനുഷ്യൻ നീ തന്നെ. 2 ശമൂവേൽ 11 വീട്ടിൽ പോയി വായിച്ചു നോക്ക്. 2 ശമൂവേൽ 12, 2 ശമൂവേൽ 11, 12 വീട്ടിൽ പോയി വായിച്ചു നോക്ക്. ആ മനുഷ്യൻ ഇവൻ നീ തന്നെ എന്ന് പറയുമ്പോൾ ആരവിടെ? ഇവന്റെ വിരലല്ല, ഇവന്റെ തലവെട്ട് എന്ന് പറയാൻ ദാവീദിന് അധികാരമുണ്ട്. I am so proud of you. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ? ഒരു ദൂത് വരുമ്പോൾ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം മാറ്റി കിരീടമെടുത്ത് ചെങ്കോൽ താഴെ വെച്ച് മുട്ടുമടക്കി ദൈവത്തിന് മുൻപിൽ മാനസാന്തരപ്പെട്ട ദാവീദിന് തത്തുല്യമായി ദൂത് ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിനായി സ്തോത്രം. നിങ്ങളെ മാനിക്കാതെ ആരെയാ ദൈവം മാനിക്കുന്നത്? നിന്നെ ഉയർത്താതെ ദൈവം ആരെയാ ഉയർത്തുന്നത്? ഹിസ് റിപ്പൻറ്റൻസ് ആൻഡ് ഹിസ് ഹ്യൂമിലിറ്റി. യേശുവിൻ നാമത്തിൽ ലൈഫ് ലോങ് അങ്ങനെ തന്നെയാകട്ടെ. ഒരു നനഞ്ഞ മണ്ണ് പോലെ, ഒരു നനഞ്ഞ മണ്ണ് പോലെ, കറങ്ങുന്ന ചക്രത്തിൽ നനഞ്ഞ മണ്ണ് പോലെ, നനഞ്ഞ മണ്ണ് കറങ്ങുന്ന ചക്രത്തിൽ ഇരിക്കുമ്പോൾ കലമാണോ ആയിക്കോട്ടെ, കുടമാണോ ആയിക്കോട്ടെ, കർത്താവേ മെനഞ്ഞവനോട് അങ്ങനെ അല്ലെന്ന് പറവാൻ നീ ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ. യെസ് 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 അവൻ്റെ ഹ്യൂമിലിറ്റി അവനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. തൻ്റെ ഇന്ന് രാത്രി കർത്താവിനെ ചോദ്യം ചെയ്യാതെ ഏൽപ്പിച്ചു കൊടുക്കാൻ, ലൈഫിനെ ഏൽപ്പിച്ചു കൊടുക്കാനായാലും ഉണ്ടോ? ലൈഫിനെ നാളെ എന്തെന്നറിയത്തില്ല, നാളെ എന്തൊക്കെ വരുമെന്ന് അറിയത്തില്ല, നാളെ എന്തൊക്കെയാ. പക്ഷേ കർത്താവേ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീണം ഞാൻ തൊലഞ്ഞു പോകും, അങ്ങയുടെ കയ്യിൽ ഞാനൊന്ന് വീഴട്ടെ. ഞാൻ അങ്ങയിൽ സുരക്ഷിതനാണ്, ഞാൻ അങ്ങയിൽ സെക്യൂറാണ് എന്ന് പ്രചേൽപ്പിക്കുന്നവർ. യെസ്, ദാറ്റ് ഈസ് ഡേവിഡ്. ഫൈനലി ഞാൻ പറയട്ടെ, അവൻ്റെ ഡിവോഷൻ ആൻഡ് വർഷിപ്പ്, അവൻ്റെ ആരാധനയും അവൻ്റെ ധ്യാനവും. കിടക്കയിൽ പോലും ഞാൻ നിന്നെ ധ്യാനിച്ചിട്ടിരിക്കും. കിടക്കുമ്പോൾ വേറെ വല്ലവൻ്റെ ഭാര്യയല്ല അവൻ ചിന്തിക്കുന്നത്. രാവിലെ കണ്ട തരുണീ മണികളെ അല്ലെങ്കിൽ യങ് ഗേൾസിനെ അല്ല അവൻ ചിന്തിക്കുന്നത്. അവൻ കിടക്കയിൽ ധ്യാനിക്കുന്നത് നിൻ്റെ വചനത്തെയാണ്. അവൻ കിടക്കയിൽ ധ്യാനിക്കുന്ന അങ്ങയുടെ വചനത്തെയാണ്. അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഡീപ്പായ സോങ്സ് തനിക്ക് എഴുതാൻ കഴിഞ്ഞത്, ഇത്ര ഡീപ്പായ റെവലേഷൻസ്, വേർഡ് റെവലേഷൻ. ഓ കം ഓൺ ഇൻ ജീസസ് നെയിം, ഹല്ലേലൂയ. അവൻ്റെ ധ്യാനം മുഴുവൻ ദൈവവചനമാണ്, അവൻ്റെ ചിന്ത മുഴുവൻ വചനമാണ്. എഴുന്നേറ്റുക്കോ മോനെ, എഴുന്നേറ്റുക്കോ. താങ്ക് യു ജീസസ്. അവൻ്റെ ഡിവോഷൻ ആൻഡ് വർഷിപ്പ്, ഡിവോഷൻ ആൻഡ് വർഷിപ്പ്, ഡിവോഷൻ ആൻഡ് വർഷിപ്പ്, ഡിവോഷൻ ആൻഡ് വർഷിപ്പ്, ഡിവോഷൻ ആൻഡ് വർഷിപ്പ്. അർത്ഥം സ്വർഗവുമായി എപ്പോഴും അവൻ കണക്ട് ചെയ്ത് ജീവിക്കുകയാണ്. സ്വർഗവുമായി എപ്പോഴും കണക്ട് ചെയ്ത് ജീവിക്കുകയാണ്. എന്നെ നോക്ക്, കണ്ണടയ്ക്കാൻ ഞാൻ പറഞ്ഞില്ല. സ്വർഗവുമായി കണക്ട് ചെയ്യണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയോട്ടെ. സ്വർഗവുമായി കണക്ട് ചെയ്യുന്ന ലാഡറാണ് നിൻ്റെ ആരാധന. സ്വർഗവുമായി കണക്ട് ചെയ്യുന്ന ലാഡറാണ് നിൻ്റെ ആരാധന. ദൂതന്മാരുമായി ഇപ്പം കണക്ട് ചെയ്യാൻ പോവാ. ദൂതന്മാരുമായി ഇപ്പം കണക്ട് ചെയ്യാൻ പോവാ. എങ്ങനെയെന്നറിയോ? ദൈവത്തെ ആരാധിക്കുമ്പോൾ സോ അവൻ ഒഴിഞ്ഞ് കട്ട് ഓഫ് ചെയ്ത് അത് ഒരിക്കൽ പോലും അവൻ അതർ ദാൻ ബർശേബയുടെ വിഷയം ഒഴികെ, ആ അല്പ അല്ലെങ്കിൽ കുറേ മണിക്കൂർ ഒഴികെ, അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്കൊഴികെ എപ്പോഴും കോൺസ്റ്റൻ്റായി ദൈവമായി കണക്ട് ചെയ്ത് ജീവിച്ച്. യെസ് ലോ, ഞങ്ങളുടെ റോങ് കണക്ഷൻസ് മുഴുവൻ പൊളിയട്ടപ്പ. റോങ് കണക്ഷൻസ്, ഹിതമില്ലാത്ത എല്ലാ കണക്ഷൻസ്, എല്ലാ ബ്രിഡ്ജസ് പൊളിയട്ടെ. അങ്ങുമായിട്ടുള്ളൊരു സ്ട്രോങ് കണക്ഷൻ വെളിപ്പെടട്ടെ. അങ്ങനെ എപ്പോൾ വേണോ അപ്പച്ചനൊരു വെളിപ്പാട് വേണോ, ഒരു ആലോചന തരണമോ, ഒരു ദൈവവചനം തരണമോ, ഒരു പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ ഒരു റെവലേഷൻ തരണോ, അപ്പം തന്നെ എന്നിലേക്ക് പകരുകയാണ്. 2 കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ.